എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന മുഴുവൻ മക്കളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും പ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുകയും സിഹിയോൻ മാളിക മുറിയിൽ അപ്പസ്തോലന്മാരെ ആത്മീയ അഭിഷേകത്തിൽ നിറച്ചത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. 120ഓളം പേര് ഒരുമിച്ച് കൂടി അവർ ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു, ഒരേ സ്വരത്തിൽ പ്രാർത്ഥിച്ചു, ഒരേ ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചു. നമുക്കും അതേ ആഗ്രഹത്തിൽ അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ പെന്തക്കോസ്താ ദിനം ആഗതമായപ്പോൾ അവരിലെല്ലാവരിലും വന്ന് നിറഞ്ഞ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വവും അഗ്നിനാവുടെ രൂപത്തിൽ തങ്ങളിൽ വന്നു നിൽക്കുന്നത് പരസ്പരം കണ്ടുകൊണ്ട് ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. കരങ്ങളെ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അതേ ആത്മീയ അഭിഷേകം അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലും വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ അമ്മ മാതാവിനോട് ചേർന്ന് സ്വരമുയർത്തി ഏക മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി വിശ്വാസത്തോടെ സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ, കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വീകരിച്ച പരിശുദ്ധ ഗോദാസകളുടെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ, ആരാധന, 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 ആരാധന. സ്വരമേറട്ടെ, സ്വരമേറട്ടെ, സ്വർഗത്തോളം സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി പിടിച്ച് നമുക്ക് സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ അമലേഖരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചുകൊണ്ടേയിരുന്നു. മോശയുടെ കരങ്ങൾ എപ്പോഴൊക്കെ താഴ്ത്തപ്പെട്ടോ ആ സമയങ്ങളെല്ലാം പരാജയം ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലുടനീളം വിജയമുണ്ടാകുവാൻ, അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം നമ്മുടെ ഏതെല്ലാം മേഖലയിൽ അധപ്പതനമുണ്ടായിട്ടുണ്ടോ, ആത്മീയ ഭൗതിക ശാരീരിക മേഖലയിൽ അസ്വസ്ഥതകൾ ബാധിച്ചിട്ടുണ്ടോ, അസ്വസ്ഥതകളിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന തമ്പുരാൻ്റെ അനന്തമായ കാരുണ്യം പെയ്തിറങ്ങുന്ന ഈ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് കരങ്ങൾ അടിച്ച് പാടാം. എല്ലാവരും കരമടിച്ച് സർവശക്തിയോടെ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുക. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല. വിശ്വാസത്തോടെ കരമടിച്ച് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കൂടെ വസിക്കുന്ന, കൂടെ വരുന്ന, കൂട്ടിന് വരുന്ന, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്യുന്ന ആ ദൈവത്തെ, നമ്മുടെ ഒപ്പമായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ചേർന്ന് പാടാം, കരമടിച്ച് പാടാം ശക്തിയോടെ എല്ലാവരും. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. കുളിർ തെന്നലായി എന്നകതാരേതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ നീ ആവായി വാ, റുഹായേ വെൺപ്രാവായി വാ, റുഹ എന്നിൽ നീ നിറവായി വാ,
റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വൻപ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വൻപ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ. ശക്തിയോടെ, അഭിഷേകത്തോടെ, ആഗ്രഹത്തോടെ, പരിശുദ്ധാത്മ ശക്തി കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടെ അവർ സമ്മേളിച്ചിരുന്ന മാളികമുറിയിലേക്ക് വന്നു നിറയപ്പെട്ടു. അഗ്നിനാവുടെ രൂപത്തില് ദൈവത്തിന്റെ സാന്നിധ്യം സ്വർഗമിട്ട് ഇറങ്ങി വന്ന് അപ്പസ്തോലന്മാരിൽ മേൽ നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന. സ്വരമുയർത്തി സ്തുതിക്കാമോ, സ്തുതിക്കാമോ, സ്തുതിക്കാമോ. ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഷാപരത്തിനായിട്ട് ദാഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഭാഷാപരത്തോടെ പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കരങ്ങളുയർത്തി വിശ്വാസത്തോടെ സ്വരമുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. അരൂപി നിറയട്ടെ, അരൂപി നിറയട്ടെ, പരിശുദ്ധാരൂപി നിറയട്ടെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 ആരാധന. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു, ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു, ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരമ്യം തന്നിൽ നിറഞ്ഞു കവിയുന്നു, പാപാന്തകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഖിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊര പരിശുദ്ധാത്മാവേ, സഖിയോന്റെ മട്ടുപ്പാവിൽ അഗ്നിതൻ നാവുകളായി ആഗതനായൊര പരിശുദ്ധാത്മാവേ, റുഹായേ കാറ്റായി വാ, റുഹായേ കാവായി വാ, റുഹായേ വൻപ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വൻപ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വൻപ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ, റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ വൻപ്രാവായി വാ, റുഹായേ എന്നിൽ നീ നിറവായി വാ. ശക്തിയോടെ ആഗ്രഹത്തോടെ പാടാം. എൻ്റെ ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലയിലും ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടണോ, ആ മേഖലയിലേക്ക്, മേഖലയിലേക്ക്, ജോലി സ്ഥലങ്ങളിലേക്ക്, അഭിവൃദ്ധി പ്രാപിക്കേണ്ട എല്ലാ മേഖലയിലേക്കും ആത്മീയ ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, ഇല്ലായ്മകളിലേക്ക്, പട്ടിണിയിലേക്ക്, ദാരിദ്ര്യത്തിലേക്ക്, കടബാധ്യതകളിലേക്ക്, കുടുംബജീവിതത്തിന്റെ അധപതനത്തിലേക്ക് കർത്താവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുക. അവിടെ എല്ലാം ജീവൻ വ്യാപരിക്കപ്പെടുക. വിശ്വാസത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കട്ടെ എല്ലാ ബന്ധനങ്ങളുടെ മേലും. കർത്താവിൻ്റെ സാന്നിധ്യവും ശക്തിയും വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ പൈശാചിക പീഡകളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സർവശക്തനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ.
കർത്താവിൻ്റെ മഹത്വം നിറയപ്പെടട്ടെ. കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാവരുടെ മേലും വ്യാപരിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ രോഗപീഠകളും വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമം വെളിപ്പെടട്ടെ. ശരീരത്തിൻ്റെ മേൽ ഓരോ കോശങ്ങളുടെ മേലും യേശുവിൻ്റെ നാമം വെളിപ്പെടട്ടെ. ശരീരത്തിലെ എല്ലാ അസ്വസ്ഥതകളും നീങ്ങിപ്പോകട്ടെ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ആത്മാക്കളും സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ കരയറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം വ്യാപരിക്കപ്പെടുവാനും ഇന്നോളം ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും കർത്താവിൻ്റെ കരുണ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി രക്ഷകനായ യേശുവിനൊന്ന് വിളിക്കുന്നു. ഈശോയെ, ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയുടെ പിടാസകനത്തെ ഓർത്ത് പിതാവായ ദൈവം തൻ്റെ ജനത്തോട് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് ഇപ്പോൾ കരുണ കാണിക്കുന്നു. തൻ്റെ പുത്രനിലൂടെ കർത്താവ് കരുണ വെളിപ്പെടുത്തിക്കൊണ്ട് കാരുണ്യം കാണിച്ചുകൊണ്ട് അനേകം ആത്മാക്കളെ സ്വർഗീയ ഇടങ്ങളിലേക്ക് സന്നിധിയിലേക്ക് ഇതാ മാലാഖമാര് കൂട്ടിക്കൊണ്ടുപോകുന്നുള്ള വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി വിശ്വാസപൂർവ്വം സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ പൈശാചിക പീഡകളും നീങ്ങിപ്പോകട്ടെ. കർത്താവിൻ്റെ മഹത്വം നിറയപ്പെടട്ടെ. ഓരോ മകനിലും മകളിലും ദൈവസാന്നിധ്യം നിറയട്ടെ. എല്ലാ പൈശാചിക നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യോഗ്യതയാൽ ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ പേരുടെ യോഗ്യതയാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ സാത്താനിക ശക്തികള്, തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, അപകടങ്ങള്, ജഡീക പ്രവണതകള് സജീവനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാൽ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നതുകൊണ്ട്, സഭാപിതാവിന്റെ അധികാരത്തോട് ചേർന്നതുകൊണ്ട്, മാർപ്പാപ്പയുടെ അധികാരത്തോട് ചേർന്നതുകൊണ്ട്, പത്രോസിന് യേശു കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒന്ന് ചേർന്ന് ബന്ധിക്കുന്നു. കുരിശുചൂട്ടിലേക്ക് ബഹിഷ്കരിച്ചിരിക്കുന്നു. യേശുവിന്റെ പീഡാസഹനത്തിലൂടെ ചിന്തപ്പെട്ട പരിശുദ്ധമായ രക്തത്തിന്റെ ശക്തിയാൽ അവ നിർവീര്യമായി പോയിരിക്കുന്നു. യേശു നാമത്തിന്റെ ശക്തിയാൽ നാം ഓരോരുത്തരും സംരക്ഷിക്കപ്പെടുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ചേർന്ന് പാടാം, ചേർന്ന് പാടാം. കരങ്ങളടിച്ച് ഭയന്ന് വിറച്ച ശിഷ്യന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയൊന്നേകിയപ്പോൾ. ഭയന്ന് വിറച്ച ശിഷ്യന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയൊന്നേകിയവൻ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, ഫലദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ. ഹോറേബ് മാമലമേലെ മുൾപ്പടപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. ഹോറേബ് മാമലമേലെ മുൾപ്പടപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തിജ്വലിച്ചവനെ. റൂഹായേ കാറ്റായി വാ, റൂഹായേ നാവായി വാ, റൂഹായേവൻ പ്രാവായി വാ, റൂഹ എന്നിൽ നീ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീ നാവായി വാ, റൂഹായേവൻ പ്രാവായി വാ, റൂഹ എന്നിൽ നീ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീ നാവായി വാ, റൂഹായേവൻ പ്രാവായി വാ, റൂഹ എന്നിൽ നീ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീ നാവായി വാ, റൂഹായേവൻ പ്രാവായി വാ, റൂഹ എന്നിൽ നീ നിറവായി വാ, റൂഹായേ നീ കാറ്റായി വാ, റൂഹായേ തീ നാവായി വാ, റൂഹായേവൻ പ്രാവായി വാ, റൂഹ
എന്നിൽ നീ നിറവായി വാ. റുഹയേ നീ കാറ്റായി വാ. ശക്തിയോടെ റുഹയേ തീനാവായി വാ. ശക്തിയോടെ റുഹയേ വെൺപ്രാവായി വാ. റുഹയേ എന്നിൽ നീ നിറവായി വാ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകങ്ങളുടെ തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോട്ടെ. ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ, ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലയിലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറുവാൻ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. കരഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം. കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം സ്വപുത്രനെ തന്നെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലൗകിക ചിന്തകളിലൂടെ കടന്നു പോകുന്ന, ലൗകികമായ ആസക്തികളിലൂടെ കടന്നു പോകുന്ന തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ സ്വപുത്രനെ കർത്താവ് നൽകുവാൻ തയ്യാറാവുകയാണ്. തൻ്റെ അരുമസുതനെ, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാമായ ദൈവം തൻ്റെ അരുമസുതനെ ലോകരക്ഷയ്ക്കായിട്ട് വിട്ടുതരികയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, ശാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന്, വൈശാചികമായ ബന്ധനങ്ങളിൽ നിന്ന് ശരീരത്തെ പരിപൂർണമായി സ്വതന്ത്രമാക്കിക്കൊണ്ട് ഈ തകർന്നു കിടക്കുന്ന ഈ ശരീരമാകുന്ന ആലയത്തെ പുനരുദ്ധരിക്കുവാൻ യേശു തൻ്റെ പുത്രൻ്റെ ശരീരത്താൽ നമ്മുടെ ശരീരത്തെ പരിപൂർണമായും അവിടുന്ന് വീണ്ടെടുത്തു. പ്രാർത്ഥിച്ച് ഓരോരുത്തരും ഈ മലിനമായ അധരങ്ങൾ, കുറ്റം പറയുന്ന, പരദൂഷണം പറയുന്ന, കർത്താവെ മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിയ ഈ നാവിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ സ്തുതിക്കുവാൻ, അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായി മാത്രം നൽകിയിരിക്കുന്ന ഈ അധരം, ഈ നാവ് പാപത്തിന് വിട്ടുകൊടുത്ത് മലിനതകളിലേക്ക് കടന്നുപോയപ്പോൾ സ്വപുത്രനെ ദൈവം അപ്പമാക്കി മാറ്റിക്കൊണ്ട് ആ അപ്പത്തിലൂടെ ദൈവം തന്നെ നാവിലേക്ക് കടന്നു വന്ന് അശുദ്ധമായ നാവിനെ വിശുദ്ധ നാവാക്കി മാറ്റിയ തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തിന് മുമ്പിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പ്രാർത്ഥിച്ച് ഈശോട് പ്രാർത്ഥിച്ച് നാവ് ശരിയായാൽ, നാവ് നിർമ്മലമായ ശരീരം മുഴുവൻ നിർമ്മലമാവുകയും നാവിൽ നിന്ന് അശുദ്ധി വിട്ടുമാറിയ കള്ളത്തരവും ചതിയും വഞ്ചനയും ഒക്കെ പറഞ്ഞു വരത്തിയ ചെയ്തു കൂട്ടിയ ഈ നാവിനെ കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി നിർമ്മലമാക്കണമേ എന്ന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. നാവിൻ്റെ എല്ലാ മലിനതകളിൽ നിന്നും നാവിനെ പരിപൂർണമായിട്ട് മോചിപ്പിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ സാന്നിധ്യത്തിൻ്റെ ശക്തിയാൽ കർത്താവെ നാവിനെ ഇവിടുന്ന് വീണ്ടെടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ തിരുവചനം. എൻ്റെ സഹോദരരെ, നിങ്ങൾ അധികം പേർ പ്രബോധകരാകുവാൻ തുനിയരുത്, ഉപദേശകരാകുവാൻ നിങ്ങൾ തുനിയരുതെന്ന് കർത്താവ്. മറ്റുള്ളവരെ ഉപദേശിക്കുന്നവരാകുവാൻ നിങ്ങൾ തുനിയരുത്, എന്നാൽ കൂടുതൽ കർശനമായ വിധിക്ക് നാം അർഹമാകുമെന്ന് മനസ്സിലാക്കുവാൻ. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാൽ ഇടുമ്പോൾ അതിൻ്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ രോഗം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴുപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണെന്ന് യാക്കോബ് ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ തിന്മ നിറഞ്ഞ നാവിനെ വിശുദ്ധ നാവാക്കി മാറ്റുവാൻ അവൻ പരിശുദ്ധ കുർബാനയായിട്ട് മാറ്റപ്പെട്ടുകൊണ്ട് നമ്മുടെ നാവിലേക്ക് കടന്നു വരുമ്പോൾ യേശയ്യായുടെ പുസ്തകത്തില് 6-ാം അധ്യായത്തില് തിരുവചനം ഇപ്രകാരം പറയുന്നു: നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മാലിന്യങ്ങൾ നീക്കപ്പെട്ടിരിക്കുന്നു. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ശരീരവും ഈശോയുടെ രക്തവും ഈശോയുടെ ആത്മാവും ഈശോയുടെ ജീവനും അവിടെ നമുക്ക് പ്രദാനം ചെയ്യുക അപ്പത്വത്തിലൂടെ നമ്മുടെ നാവിലേക്ക് കർത്താവ് നൽകുകയും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോ എല്ലാ മലിനതകളിൽ നിന്നും
നാവിന്റെ എല്ലാ അശുദ്ധിയിൽ നിന്നും എന്നെ സ്വതന്ത്രമാക്കുമ്പോൾ എൻ്റെ ശരീരം മുഴുവനും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് ശക്തി പ്രാപിക്കുകയും ദൈവമഹത്വം എൻ്റെ ശരീരത്തിലേക്ക് ആവസിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തന പുസ്തകം 2-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നവരൊന്നു ചേർന്ന് ഏകമനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആത്മീയ ശക്തി അവരിലേക്ക് വ്യാപരിക്കപ്പെട്ടു. അവിടെ അധരങ്ങളിലൂടെ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്ന ദൈവവചനത്തിന്റെ സാന്നിധ്യം അവിടെ അധരങ്ങളിലൂടെ പ്രഘോഷിക്കപ്പെട്ടു. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സകല മല്ലതുകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ രക്തത്താൽ ഈ ശരീരം മുഴുവൻ വീണ്ടെടുക്കപ്പെടുവാൻ നാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ. സ്വരമുയർത്തി പ്രാർത്ഥിച്ച് ഈശോയെ, ഈ പാപം നിറഞ്ഞ ഈ നാവിനെ വിശുദ്ധ നാവാക്കി മാറ്റുവാൻ, കർത്താവിന്റെ നാവാക്കി മാറ്റുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ ആരാധിക്കുന്ന പുത്രന്റെ നാവാക്കി മാറ്റുവാൻ അവിടുന്ന് പുത്ര ശരീരത്താൽ, പുത്രന്റെ രക്തത്താൽ ഞങ്ങളുടെ നാവിനെ വീണ്ടെടുത്ത തമ്പുരാന്റെ അനന്തമായ കാരുണ്യമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും വ്യാപരിക്കപ്പെടുന്നത്. കരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു, സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നു. എല്ലാം അല്ലതുകൊള്ളുന്നു എന്റെ ശരീരത്തിന്, നാവിന്, എന്റെ ശരീരത്തിന് മോചനം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, പ്രത്യാശയോടെ വിളിക്കുന്നു. ചേർന്ന് പാടാം, കരങ്ങൾ അടിച്ചു പാടിക്കും. എല്ലാ ആധിപത്യങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ അന്ധകാരവും ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. കർത്താവിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം, സൂര്യനേക്കാൾ ശോഭയേറിയ കർത്താവിന്റെ മുഖകാന്തി നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. വിശ്വാസത്തോടെ കരങ്ങൾ അടിച്ചു പാടി പ്രാർത്ഥിച്ചു. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, അഭിഷേകരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, പാപമോചനത്തിന്റെ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, പാപമാലിന്യങ്ങളെ തുടച്ചു നീക്കുന്ന യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, രോഗങ്ങൾക്ക് ശാന്തി തരുന്ന രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, സമാധാനത്തിലേക്ക് നയിക്കുന്ന യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. പാപമെല്ലാം നീങ്ങിടട്ടെ, ശാപമെല്ലാം മാറിടട്ടെ. തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ
കഴുകണമേ. ചേർന്ന്. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ആഗ്രഹത്തോടെ യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. അഭിഷേക രക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. എല്ലാ അധരങ്ങളും ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ നാവുകളും കർത്താവിന് സ്തോത്രം ആലപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കും. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ ദൈവിക ശക്തി നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് സ്തുതിക്ക്, സ്വരമുയർത്ത് സ്തുതിക്ക്, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് എന്തിനാ? ദൈവിക ശക്തി നമ്മളിൽ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് ദൃശ്യമാവുകയാണ്. ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ 2 കൊരിന്ത്യർ 4 അധ്യായം 4 തിരുവചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളെ അവരുടെ മനസ്സിനെ അന്ധമാക്കുന്നു. ലോകത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരാണ്. നമ്മളെങ്ങനെ ജീവിക്കും? ജീവിക്കാനുള്ള വ്യഗ്രതയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ, ഞങ്ങൾക്ക് ഒരു കടപ്പാടമില്ല, കടക്കാനായിട്ട് സ്ഥലമില്ല, ഞങ്ങളൊരു വാടക വീട്ടിലാണ്, നല്ല സമ്പത്തുള്ള വീട്ടിലാണ് ഞങ്ങൾ ജനിച്ചത്, അവർ സമ്പന്നരായിട്ടാണ് ജീവിച്ചത്. ഒരു കാലഘട്ടത്തിൽ വന്ന ചില പ്രശ്നങ്ങൾ മൂലം സാമ്പത്തിക നില തകർന്ന് 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 ഉണ്ടായിരുന്ന സ്വർണ്ണം എല്ലാം വിറ്റ് വാടക കൊടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാനായിട്ട്? ആ സഹോദരി ചോദിക്കുന്ന, എവിടെയെങ്കിലും ഒരു 3 മാസം ഒന്ന് താമസിക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടാക്കി തരാമോ? ഞാൻ ചോദിച്ചു, 3 മാസം കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? 3 മാസം കഴിയുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? ബുദ്ധിയിലൂടെ പോവാ. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കർത്താവ് വരിക, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ വരിക. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ലാസർ മരിച്ചു. അവിടെ ചെല്ലുമ്പോൾ ശരീരം മുഴുവൻ അഴുകിയ ദിവസമായി. 4-ാം ദിവസം അവിടെ ചെല്ലുന്നത്. അപ്പൊ ജീവൻ എല്ലാം നഷ്ടപ്പെട്ട് ശരീരത്തില് ജീവന്റെ ഒരു തുടിപ്പ് പോലും ഇല്ല. ശരീരം അഴുകാൻ തുടങ്ങി. ഈശോ ആ സമയത്ത് അവിടെ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാ? അങ്ങനെ അഴുകിയിരിക്കുന്ന ഏത് അവസ്ഥയിലാണെങ്കിലും, ഏത് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, ഏതില്ലായ്മയിലാണെങ്കിലും, തകർച്ചയുടെ അങ്ങ് അടിത്തട്ടിലാണെങ്കിലും ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നദ്ധയില് പുത്രൻ കണ്ണുനീർ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി എവിടോട്ട് ഇറങ്ങി വന്നു? കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ആ കല്ലറയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് മരിച്ച ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ബുദ്ധിയിലെ അന്ധകാരം അവിടെ അവസാനിച്ചിട്ടില്ല. ബുദ്ധിയിൽ എന്താ സംഭവിച്ചത്? നീ ഇവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവൻ ഉറങ്ങുക, അവൻ ജീവനിലേക്ക് വരും. അവനെ വിളിച്ചുണർത്തുമ്പോ അവൻ എഴുന്നേറ്റ് വരും. പുനരുത്ഥാനത്തിലാണോ? അവിടെയെല്ലാം ഈ ലോകത്തിന്റെ ചോദ്യങ്ങളാണ് ചോദിച്ചത്. എന്നാ വരാനിരിക്കുന്നത്? ഈശോ പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കണമെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തെ പുനരുദ്ധരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പുനരുത്ഥാനവും ചെയ്യും. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, ഏത് അവസ്ഥയിലായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, പുനരുത്ഥാനം. ഈശോയെ വിളിക്കുമ്പോൾ ഈശോ പുനരുത്ഥാനവും ജീവനുമാണ്. പുനരുദ്ധരിക്കുക, ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുകയാണ്. അവിടെ ജീവൻ പ്രദാനം ചെയ്യുക. ജീവനില്ലാത്ത ഉണങ്ങിയ അവസ്ഥയാണെങ്കിൽ ആ ഉണങ്ങിയ അവസ്ഥയിലേക്ക് ജീവൻ കടന്നു വരുമ്പോൾ അസ്ഥികളുടെ താഴ്വരയിലൂടെ ഈശോ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഈ അസ്ഥികളോട് പ്രവചിക്കുവാൻ, ദൈവവചനം പ്രഘോഷിക്കാൻ പറയുക. ഈ അസ്ഥികളിൽ ജീവൻ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ജീവൻ വ്യാപരിച്ചപ്പോൾ കിരികിരാ ശബ്ദത്തോടെ ഈ അസ്ഥികളെല്ലാം ഒരുമിച്ച് കൂടി അവ എഴുന്നേറ്റ് നിന്നു വചനം പറയുന്നത്.
ഇസ്രായേൽ ഭവനത്തെക്കുറിച്ച് ഈശോ പറയുകയെ, ചിതറിക്കിടക്കുന്ന ഭവനങ്ങൾ, പരദേശികളായിട്ട് പോയിരിക്കുന്ന ആളുകൾ തിരിച്ചു വരാൻ കർത്താവ് ആഗ്രഹിക്കുക. ദേശം വിട്ടുപോയവര് ദേശത്തേക്ക് തിരിച്ചു വരുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കും. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് കേരളത്തില് സമൃദ്ധി ഉണ്ടാകുവാൻ, ലോക രാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമായ ഒരു സ്ഥലമായിട്ട് കേരളം മാറ്റപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സമൃദ്ധി ദൈവമായ കർത്താവ് ഈ ദേശത്തിന് തിരിച്ചു തരാൻ കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാസികളായിട്ട് പോകുന്ന എപ്പോഴാ? ദേശത്ത് അനുഗ്രഹമില്ലാതെ വരുമ്പോൾ അനുഗ്രഹം തേടി അനുഗ്രഹമുള്ള സ്ഥലങ്ങളിലേക്ക് ദൈവജനം പോകുന്നു എങ്കിൽ ഈ ദേശത്തുള്ളവര് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. ഈശോ നമ്മളെ തിരിച്ചു കൊണ്ടുവരാനുള്ള മഹത്വത്തിന്റെ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തുകയാണ്. പോകുന്നവര് കണ്ണുനീരോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്, നിലവിളിക്കാൻ തുടങ്ങി. കാരണം ജോലിയില്ല, അവിടെ ഒരു രാജ്യത്ത് ചെന്നാൽ ജോലിയില്ല. കുഞ്ഞുങ്ങൾ പോയിരിക്കുക, പഠനം കഴിഞ്ഞു. എത്ര പേരൊരു ദിവസം വിളിക്കുന്നത്, കാനഡയിൽ പോയി അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് പോയി, തൊഴിലില്ല. പിന്നെ നേഴ്സുമാരെ അന്വേഷിച്ച് നടക്കുക, അവരെ വിവാഹം കഴിച്ചാൽ രക്ഷപ്പെടും എന്നുള്ള ധാരണയിൽ. പ്രിയപ്പെട്ട, അവിടെ ചെല്ലും ഇവന് തൊഴിലില്ലാതെ വരുമ്പോൾ, ഭാര്യയുടെ ചെലവ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങുമോ? കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകാൻ തുടങ്ങുമോ? എവിടുന്ന് പോകുന്നതിന് വേണ്ടിയാ? രക്ഷ പ്രാപിക്കാൻ വേണ്ടി പോകുന്നത്. പ്രിയ ദൈവജനമേ, ഈശോ കൂടെയുണ്ടെങ്കിൽ, രക്ഷകനായ ദൈവം കൂടെയുണ്ടെങ്കിൽ, നീ ഏതൊരു ദുരവസ്ഥയിലാണെങ്കിലും അവിടുന്ന് നിന്നെ വീണ്ടെടുക്കുവാൻ നിന്റെ ദൈവമായ കർത്താവിന് സാധ്യമാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കാമോ? സെഫാനിയയുടെ പുസ്തകം 3-ാം അധ്യായം 9-ാം തിരുവചനം, കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കുവാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷിക്കാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. നമ്മുടെ നാവുകള് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാ? ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവാൻ. ഇവിടെ ശുശ്രൂഷ അധപ്പതനത്തിലേക്ക് പോകുന്നത് നമ്മുടെ നാവ് കുറ്റം പറയുമ്പോൾ. ഒരു ശുശ്രൂഷയെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷനെ കുറിച്ച് അല്ലെങ്കിൽ വൈദികരെ കുറിച്ച് ഒരു ശുശ്രൂഷ നിൽക്കുന്നവര് കുറ്റം പറയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ആ ശുശ്രൂഷ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ ശുശ്രൂഷ മേഖലയിൽ നിന്ന് അവൻ അല്ലെങ്കിൽ അവൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറയുക അവിടെ, കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കുവാനും ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷിക്കുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ അഭിഷേകം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ പോകുന്ന അധപ്പതനത്തിലേക്ക്. ചൈതന്യം നഷ്ടപ്പെടുക. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സന്നദ്ധിയിൽ നാവിനെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുമ്പോൾ അന്തോനീസിന്റെ മുമ്പിൽ, വിശുദ്ധ അന്തോനീസിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? അഴുകാത്ത ഒരു നാവിന് ഉടമയായി തീർന്നത്, നാവിൽ അശുദ്ധി ഉണ്ടായിട്ടില്ല, ഒരു പുഴുക്കൾക്ക് പോലും കയറി ചെല്ലാൻ സാധിക്കാത്ത രീതിയിൽ ആ നാവ് പരിശുദ്ധമായിട്ട് ആ വിശുദ്ധം കാത്തു സൂക്ഷിച്ചപ്പോ ഇന്നോളം അഴുകാതെ അതിന്ന് ഭൂമിയിൽ നിലകൊള്ളുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഇവിടെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും എൻ്റെ നാവ് അഴുകാതെ ഈ ഭൂമിയിൽ നിലകൊള്ളണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഇല്ല. എല്ലാവരുടെ ആഗ്രഹം എന്താ? എന്തെങ്കിലുമൊക്കെ ഭൗതികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ദൈവസ്ഥാനത്ത് വരുന്നത്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, ഈശോ എന്ന് കാണാനായിട്ട്, ദൈവരാജ്യം ഒന്ന് കാണാനായിട്ട്, സ്വർഗരാജ്യം ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചാൽ, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിലൂടെ വരുന്ന ആ പ്രകാശത്തെ ഒന്ന് കാണാനായിട്ട് ആഗ്രഹിച്ചാലോ, സാമീപ്യത്തെ ഒന്ന്, ദൈവത്തിന്റെ സാമീപ്യത്തെ ഒന്ന് അനുഭവിക്കാൻ ആഗ്രഹിച്ചതൊന്നും അല്ല ആവശ്യം. ആവശ്യം കുറേ കാര്യങ്ങൾ, സാമ്പത്തികമായ ചില ഇടപാടുകൾക്ക് വേണ്ടി, അല്ലെ സാമ്പത്തികമായ ചില ഭദ്രതകൾക്ക് വേണ്ടി നമ്മൾ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവിടെയല്ല കർത്താവിൻ്റെ സാന്നിധ്യം വരുന്നത്. കർത്താവിൻ്റെ സാന്നിധ്യം വരുന്നത് നിന്റെ അധരത്തിലാണ്, നിന്റെ ശരീരത്തിലാണ്, നിന്റെ ശരീരം മുഴുവനിലുമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മ. കർത്താവിനെ ശുശ്രൂഷ ശരീരം കൊണ്ടാണ്. ഈ ശരീരം കൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ നിന്റെ നാവ് മലിനതയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ, നിന്റെ വീട്ടിൽ ഒരു അധപ്പതനം ഉണ്ടായെങ്കിൽ, ഒരു തകർച്ച ഉണ്ടായെങ്കിൽ, നീ 100 പേരോട് ആ തകർച്ച ഏറ്റുപറയുമ്പോൾ അതൊന്ന് നെഗറ്റീവായിട്ടുള്ള കാര്യം, പോസിറ്റീവ് അല്ല. നെഗറ്റീവ്, തകർച്ച നെഗറ്റീവാണ്, ദൈവത്തിന്റെ അല്ല. അത് ഏറ്റുപറയുമ്പോൾ ആരെയാണ് നീ മഹത്വപ്പെടുത്തുന്നത്? ദൈവമാണോ? ആ തകർച്ച കാരണമായ സാത്താനെയാണോ? കരങ്ങൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തകർച്ച വിട്ടുപോകാത്തതിന്റെ കാര്യം എന്താ? ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുക,
24 മണിക്കൂറും കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മറ്റുള്ളവരോട്, കാണുന്നവരോട്, കേൾക്കുന്നവരോടെല്ലാം പറയുക. നിനക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നീ ദൈവസന്നിധിയിൽ 100 പേരോട് നന്ദി പറഞ്ഞാൽ നിന്റെ ജീവിതം മഹത്വത്തിന്റെ ജീവിതമായിട്ട് മാറ്റപ്പെടും. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലായ്മകൾ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ളതല്ല നാവ്. ദൈവം തന്നിരിക്കുന്ന ചില അനുഗ്രഹങ്ങള്, ചില അഭിഷേകം, ദൈവം തന്നിരിക്കുന്ന ചില മഹത്വം നീ പ്രഘോഷിക്കുമ്പോൾ നിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ മഹത്വം നിലയുറപ്പിക്കപ്പെടുകയും കൂടുതൽ കൂടുതൽ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് സുവിശേഷം നമുക്ക് തരുന്ന ഉറപ്പ്. ഈ നാവ് എന്തിനാ ഉപയോഗിക്കുന്നേ? മറ്റുള്ളവർ ഉപദേശിക്കുന്ന നാവ് ഉപയോഗിക്കുക, അത് കൂടുതൽ കർശനമായ വിധിയിലേക്ക് കടന്നു പോകും. തെറ്റ് ചെയ്യുന്ന ഒരാള് ഉപദേശിക്കുമ്പോൾ ആ നമ്മൾ തെറ്റിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ശിക്ഷാവിധി നിനക്ക് കൂടുക. ശിക്ഷാവിധിയിൽ ഓൾറെഡി നീ ശിക്ഷാവിധിയിലാണ്. ആ ശിക്ഷാവിധി നീ മറ്റുള്ളവരെ ആ തിന്മയിൽ നിന്ന് ഉപദേശിക്കുമ്പോൾ ആ ശിക്ഷാവിധിയുടെ അളവ് കുറയുവല്ല, കൂടുവാണെന്നാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമ്മൾ തന്നെ സ്വയം ആത്മശോധന ചെയ്യുക. ഞാൻ എങ്ങനെയാ? ഞാൻ എപ്രകാരമോ? ഞാൻ ബലഹീനനാണോ? ഞാൻ കുറവുള്ളവനാണോ? ആ കുറവ് നിന്നുകൊണ്ട് നാം ആ കുറവിനെ കുറിച്ച്, തെറ്റുതിരുത്തലിനെ കുറിച്ച് നാം പ്രഘോഷിക്കുമ്പോൾ, ആ തെറ്റിൽ നിന്നുകൊണ്ട് പ്രഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടുതൽ ശിക്ഷാവിധിയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന് യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 3-ാം അധ്യായത്തിലൂടെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റുതിരുത്തി പോകാൻ നമ്മുടെ ശരീരത്തിലുള്ള ബലഹീനതകൾ നമ്മൾ തിരിച്ചറിയുക. നമുക്കിതൊന്നും മാറ്റിക്കളയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ നന്നായി, ഒരു ചേട്ടൻ പറഞ്ഞ പോലെ, ഒരു ചേച്ചി പറഞ്ഞതുപോലെ, ഞാനിപ്പോൾ നന്നായിരിക്കുവോ? നന്നാകാൻ അങ്ങ് തീരുമാനിച്ചു. നന്നാകാൻ പറ്റുമോ? ഇല്ല. ഈ നന്നാക്കുന്ന ആരാ? ദൈവമാണ്. ആ ദൈവം എന്നിലേക്ക് വന്നാൽ ഞാൻ ദൈവത്തെ പോലെ ആയി എന്നാണ് സത്യം. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നന്നായി എന്ന് പറയുമ്പോൾ ദൈവം ഒരു പരീക്ഷ നമ്മളിലേക്ക് അയക്കോ. ആ ഏത് ബലഹീനതയിലാണോ നിൽക്കുന്നത്, ആ ബലഹീനതയാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ വീണ്ടും അധപ്പതനത്തിലേക്ക് കടന്നു പോവുകയാണ്. കർത്താവിനോട് ചോദിക്കേണ്ട, കർത്താവേ എനിക്ക് ഇന്ന ബലഹീനത കൊണ്ട്, ആ ബലഹീനതയുടെ മേലെ കൃപ തരാവോ? ഈ മുള്ളുണ്ട് എനിക്ക്, എന്നെ വിഷമിപ്പിക്കുന്ന, എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില മുള്ളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ആ മുള്ളുകളുടെ മേലെ കൃപ തരാവോ? ഈശോ പറയുന്നുണ്ട്, എൻ്റെ കൃപ മതി. കൃപയുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? കൃപയ്ക്ക് മേൽ കൃപ വരും. ഈ കൃപ വരുമ്പോൾ ഈ മുള്ള് നമുക്കൊരു ബാധകമല്ല. ആ മുള്ളിന്റെ വേദന ബാധകമല്ല. ആ മുള്ള്, ആ വേദന നമ്മളെ കീഴ്പ്പെടുത്തത്തില്ല. ദൈവം പറയുന്നതാ. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, കൃപ മതി. ഈ മുള്ളൊന്ന് എടുത്തു മാറ്റിയാ, ഈ ബലഹീനത ഒന്നെടുത്തു മാറ്റിയാൽ എന്ത് സംഭവിക്കാം? ഞാൻ വലിയ ശുശ്രൂഷകനാകും. എനിക്ക് വിശ്വാസം തന്നാൽ ഞാൻ കൂടുതൽ വചനം പ്രഘോഷിക്കും. വിശ്വാസം തന്നെ കൃപ വരണം. തന്നെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ വിശ്വാസം വരുമോ? പത്രോസ് വല വീശി വള്ളം നിറയെ മത്സ്യമൊക്കെ കിട്ടിയപ്പോൾ ഈശോയുടെ കാൽക്കൽ വീഴുന്നുണ്ട്. ഈശോയെ, ഇതൊന്നും നേടിയെടുക്കുവാൻ ഞാൻ യോഗ്യനല്ല, ഞാനൊരു പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ കാൽപാദങ്ങളിലേക്ക് വീഴുന്ന പത്രോസിനെ നമുക്ക് കാണാൻ സാധിക്കും സുവിശേഷത്തിലൂടെ. യേശു വീടിന്റെ കാൽക്കൽ വീഴുന്നു. ഇത് നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് വേണ്ട യോഗ്യതയുണ്ട് നമ്മൾ ചിന്തിക്കുക. കർത്താവിന്റെ വചനം പറയുന്നു, കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കുവാനും ഏകമനസ്സോടെ അവിടുത്തെ ശുശ്രൂഷിക്കുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കുക. എത്യോപ്യയിലെ നദികൾക്കപ്പുറത്തു നിന്ന് എൻ്റെ അപേക്ഷകർ, എൻ്റെ ജനത്തിൽ നിന്ന് ചിതറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ച കൊണ്ടുവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നിൽക്കുന്ന ജനം, അതിന്റെ നാവ് വിശുദ്ധീകരിക്കപ്പെട്ടാൽ എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? കുറച്ച് കഴിയുമ്പോൾ മടുത്തു പോവോ? ഇത്രയും സമയം എന്തിനാ സ്തുതിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? പാട്ട് പാടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മളിലുള്ള ആ ഒരു നാവിൻ്റെ മലിനതകളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെട്ട് ആ നാവ് സ്വതന്ത്രമാകുവാൻ വേണ്ടിയാ. മണിക്കൂറുകൾ ഇന്ന് സ്തുതിച്ചു നോക്കി, മണിക്കൂറുകൾ വചനം വായിച്ച് മടുപ്പ് മാറിപ്പോവും. ഈ മടുപ്പ് തരുന്ന ആരാ? ശരീരത്തിന്റെ ബലഹീനതയാണ്. യേശു പറയുന്നുണ്ട്, ഞാൻ പീഡാസഹനത്തിലേക്ക് കടന്നു പോകാൻ പോവാ, കുരിശുമരണത്തിലൂടെ രക്ഷ നേടിത്തരാൻ പോവാ. നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, വലിയ വേദനയോടെ ഞാൻ കടന്നു പോകാൻ പോകുന്നത്. അവരെന്ത് ചെയ്തു? അവരുടെ ശരീരം സമ്മതിച്ചില്ല. പ്രിയപ്പെട്ട, നമ്മുടെ പ്രശ്നം, നമ്മുടെ ശരീരം ഒന്നിനും സമ്മതിക്കത്തില്ല. ഒന്നും ചെയ്യാൻ ദേവാലയത്തിൽ പോകണം, ഇത്രയും ആഴ്ച വരണം,
അപ്പോൾ ഈ ശരീരം സമ്മതിക്കുന്നത്, ശരീരം വലിയ കാര്യങ്ങളൊക്കെ. ഒരു കുടുംബത്തോട് ഞാൻ പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ പറഞ്ഞു, കുറേ ദിവസങ്ങൾ അടുപ്പിച്ച് വരും, ഒരു 13 ആഴ്ച വരാമോ എന്ന് ചോദിച്ചു. 9 ആഴ്ച കടന്ന് വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? അതുപോലെ ആവശ്യമുള്ളവരാ, അതുപോലെ വിടുതൽ ആവശ്യം, അതുപോലെ സൗഖ്യം ആഗ്രഹിക്കുന്നവരാ, ഒരു മാസം 1.5 ലക്ഷം രൂപയോളം ട്രീറ്റ്മെന്റിന് തന്നെ ആകുന്നവരാ. ഇപ്പോൾ 13 ആഴ്ച തുടർച്ചയായിട്ട് വന്ന് വചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ പറഞ്ഞ 9ാമത്തെ ആഴ്ച ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, സാമ്പത്തികമായിട്ട് ഞാൻ 1 ലക്ഷം രൂപ തരാം, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്തോളാൻ പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. ആ ഞായറാഴ്ച ശുശ്രൂഷയ്ക്ക് അവർക്ക് വരാൻ സാധിച്ചില്ല. 9 ആയപ്പം മുടങ്ങിപ്പോയി. ശരീരം എങ്ങോട്ട് കൊണ്ടുപോയി? ഈശോ ഇപ്പുറത്തിരിപ്പുണ്ട്, ദൈവം ഇപ്പുറത്തിരിപ്പുണ്ട്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ദൈവ ചൈതന്യം. ഇറങ്ങി വരുമോ ഈശോ സുഖപ്പെടുത്താൻ? ഇറങ്ങി വരുമ്പോൾ 1 ലക്ഷം രൂപയോ 50,000 രൂപയോ 10,000 രൂപയോ കണ്ടുകൊണ്ട് പോകുമ്പോൾ ഒരേ സമയം ദൈവത്തെയും മാമോനെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കൊണ്ടുപോകും, ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഈ ലോകത്തിന്റെ ദേവൻ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ലോകത്തിന്റെ ദേവൻ ലോകത്തിന്റെ തല തരാന്ന് പറയും. ഈ 1 ലക്ഷം രൂപ കിട്ടി ബിസിനസ് ചെയ്താൽ ഇന്ന് എന്നാ ബിസിനസ് ചെയ്യാനായിട്ടാ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം വീണ്ടും കടബാധ്യതയിലേക്ക് കൂട്ടിക്കൊണ്ടോ. ഈ 1 ലക്ഷം രൂപ ഞാൻ ചേട്ടനോട് ചോദിച്ചേട്ടാ, ഈ 1 ലക്ഷം രൂപ മേടിച്ചു വെക്കും, ഈ 1 ലക്ഷം രൂപ കൊണ്ട് ചെറിയ ബിസിനസ് നടത്തും, ആ 1 ലക്ഷം രൂപയും കയ്യിൽ നിന്ന് പോകും. അവസാനം 1 ലക്ഷം രൂപയുടെ കടബാധ്യതക്കാരായിട്ട് വീണ്ടും നിങ്ങളുടെ കുടുംബം മാറ്റപ്പെടുകയാണ്. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ദൈവത്തോട് ചേർന്നിരുന്നാലോ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്നാ ഇവിടെ ഒന്ന് കൂടിയിട്ട് എന്നാ സംഭവിച്ചെന്ന് ചോദിച്ചോ. ചേച്ചി പറഞ്ഞു, വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ ജീവിതത്തില്, കുടുംബത്തില് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സമാധാനം കടന്നു വരുന്നുണ്ട്. മക്കളുടെ ജീവിതത്തില് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സമാധാനത്തിന്റെ ജീവിതമായിട്ട് ദൈവം മാറ്റിമറിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. 1.5 ലക്ഷം രൂപ കിട്ടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ തെറ്റായ ബോധി, ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി വെച്ചിരിക്കുവോ. എന്നിട്ട് അവിടെ ചെന്നിട്ടില്ല, പൈസ ഇല്ല, 1.5 ലക്ഷം രൂപ സാലറി ഉണ്ട്, എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ആകെ മൊത്തം വീട്ടിലോട്ട് നാട്ടിലോട്ട് അയക്കാൻ ഒരു 10,000 രൂപ മാത്രമേ മിച്ചമുള്ളൂ. ഇതാണ് അവസ്ഥ. കഷ്ടപ്പെടുന്നുണ്ട്. നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ അധ്വാനിക്കുന്ന സമ്പത്ത് വിദേശത്തേക്ക് ആഗ്രഹിച്ചു പോയവന് അവന്റെ ജീവിതത്തിലേക്ക് അയച്ചു കൊടുക്കുക, അവന്റെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പൻ അധ്വാനിക്കുന്ന വിഹിതം അങ്ങോട്ട് കൊടുക്കുക. കാരണം അവൻ അവിടെ ജീവിക്കണമെങ്കിൽ, അവന്റെ മക്കൾക്കും അവിടെ ജീവിക്കണമെങ്കിൽ അവിടുത്തെ അധ്വാന ബലം കൊണ്ട് തികയുന്നില്ല. നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുക. എന്തിനു ഓടുന്നേ? ലാസറിനെ ഉയർപ്പിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. ലാസറിനെ ഉയർപ്പിച്ച യേശു ഏത് തകർച്ചയിലാണെങ്കിലും, എത്രമാത്രം അഴുകിയാലോ, നീ എത്രമാത്രം ദരിദ്രനാണെങ്കിലോ, നീ ഒന്നുമില്ലാതെ പട്ടിണിയിൽ കഴിയുന്നവനാണെങ്കിലോ, നിന്റെ ദൈവമായ കർത്താവ് പുനരുത്ഥാനവും ജീവനുമാണ്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന്റെ വചനം പറയാം, എത്യോപ്യയിലെ നദികൾക്ക് അപ്പുറത്തു നിന്ന് എൻ്റെ അപേക്ഷകർ എൻ്റെ ജനത്തിൽ നിന്ന് ചിതറിപ്പോയവരുടെ പുത്രിമാർ എനിക്ക് കാഴ്ച കൊണ്ടുവരും. നീ എന്നെ ധിക്കരിച്ച് ചെയ്ത പ്രവർത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. എന്തെന്നാൽ നിന്റെ മധ്യേ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ വെച്ച് ഒരിക്കലും അഹങ്കരിക്കുകയില്ല. പാര ഈ അഹങ്കാരത്തെ എടുത്തു മാറ്റുക? ദൈവം എടുത്തും. ധിക്കാരികളെ കർത്താവ് മാറ്റിക്കളയും, അഹങ്കാരികളെ കർത്താവ് മാറ്റിക്കളയും. അതാണ് ലൂക്കാസ് സുവിശേഷത്തില് പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിക്കും, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിടും, എളിമയുള്ളവരെ കർത്താവ് ഉയർത്തും. അഹങ്കാരം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകത്തില്ല, അനുഗ്രഹം ഉണ്ടാകത്തില്ല. അഹങ്കാരികളെ ഞാൻ എടുത്തു മാറ്റും. നിനക്ക് ഞാൻ എളിമ തരുമെന്ന് കർത്താവ് പറയും. ഇത് എവിടുന്ന് എളിമ വരുന്ന? എവിടുന്ന? ദൈവത്തിൽ നിന്നാണ്. പുറമെ ഒന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഹൃദയം പരിശോധിക്കുന്നവനാണ് ദൈവം. നിന്റെ നടപ്പും എടുപ്പും, നിന്റെ തലമുടിനാര് ഇഴ പോലും അവിടെ നടന്നു പോന്നാല്, ഒരു മുടി പൊഴിഞ്ഞു പോയാൽ അറിയുന്നവനാണ് ദൈവം. ആ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണ്ടേ. ആ ദൈവത്തെയാണ് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ
എൻ്റെ ആദ്യത്തെ വിവാഹം മാറിപ്പോയതാ, അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയതാ. ഇത് രണ്ടാമതൊരു വിവാഹം ആലോചിക്കുക. അപ്പോൾ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും, ചില ചെറുക്കന്മാരുടെ ഫോട്ടോ അയച്ചിട്ട് ഇത് ശരിയാവുമോ? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ഈശോയെ എന്തെങ്കിലുമൊക്കെ ബലഹീനതകൾ കുറവുള്ളവരാണെങ്കിലോ അവർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. എനിക്ക് വെളിപ്പെടുത്തുന്നൊരു കാര്യമില്ല. അപ്പം അവൾക്കത് വെളിപ്പെടും. അപ്പോൾ വെളിപ്പെടുമ്പോൾ അവർ പറയും, അയ്യോ ഇങ്ങനെ പ്രശ്നമുള്ളവർ, ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇന്ന കുഴപ്പമുള്ള ആളാണ്. അപ്പോൾ ഇങ്ങനെ കല്യാണം ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു കല്യാണം വന്നപ്പോൾ ഞാനിങ്ങനെ എന്നോട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. കഴിഞ്ഞ് ഞായറാഴ്ച ഒരു ഫോട്ടോ ഇട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ആത്മാവ് ചെവിയിലൂടെ എനിക്ക് പറഞ്ഞു തരുന്നു, ഈ വ്യക്തി നല്ല ദേഷ്യക്കാരനാണ്. പരിശുദ്ധാത്മ പറഞ്ഞു തരുമോ? ചെവി കേൾക്കാം അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ അദ്ദേഹം നല്ല ദേഷ്യക്കാരനാണല്ലോ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. സ്വർഗം പറയുന്നത് എങ്ങനെയാ? അപ്പോൾ ആ പെൺകുട്ടി എന്നോട് തിരിച്ച് മറുപടി പറയുക, ഈ വ്യക്തിയെ പരിചയം എന്ന് വെച്ചാൽ ഈ കല്യാണം ആലോചിച്ച വ്യക്തി പറഞ്ഞു, ഈ വ്യക്തി നല്ല ദേഷ്യക്കാരൻ, വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല ദേഷ്യക്കാരനാണ്. അപ്പൊ ആദ്യത്തെ വിവാഹം മാറിപ്പോകാൻ കാരണം എന്താ? അദ്ദേഹം ഡൈവോഴ്സിലാ. കാരണം ആദ്യത്തെ വിവാഹം മാറിപ്പോകാൻ കാരണം ആ അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ദേഷ്യക്കാരത്തിയായിരുന്നു, ഇദ്ദേഹവും ദേഷ്യക്കാരനായിരുന്നു. തമ്മിൽ എന്തുണ്ടായി? അസ്വസ്ഥത ഉണ്ടായി, വിട്ടുപോയി. പിടികിട്ടിയൊക്കെ സ്വർഗം നമ്മുടെ ഓരോ അവസ്ഥകളും ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വേറെ പെൺകുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ ഇനി ഒരു പയ്യനെ കല്യാണം ആലോചിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചപ്പോ ആത്മാവ് വെളിപ്പെടുത്തി തരുന്നു, അവിശ്വാസിയായ മനുഷ്യൻ മാമോദിസ കത്തോലിക്ക സഭയിൽ അംഗമാണ്. അദ്ദേഹം ജീസസ് യൂത്തിന്റെ പ്രവർത്തകനായിരുന്നു. ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ പള്ളിയിലൊക്കെ കഷ്ടിയേ പോകത്തുള്ളൂ, നിനക്ക് വേണമെങ്കിൽ നീ പൊക്കോ, പക്ഷെ ഞാൻ പള്ളിയിലൊന്നും എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. ഇവിടെ കർത്താവിന്റെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് പറയുക, ഈ വ്യക്തി അവിശ്വാസിയാണ്. പ്രിയ ദൈവജനമേ, നമ്മെ പരിശോധിക്കുന്ന തമ്പുരാൻ സ്വർഗത്തിലുണ്ട്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അഹങ്കരിച്ച് നമ്മൾ ഞാനെന്ന ഭാവത്തില് ദൈവത്തെയൊക്കെ വെല്ലുവിളിച്ച് ഞാനും നിങ്ങളും നടന്നു നീങ്ങുമ്പോ, പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഞാൻ നമ്മളെ എടുത്ത് ദൈവരാജ്യത്ത് നിന്ന് എടുത്ത് മാറ്റും. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് എളിമ തരണേ. പുറമേ കിട്ടിയിട്ട് കാര്യമില്ല, ഹൃദയത്തിലാണ് എളിമ ഉണ്ടാകേണ്ടത്. പുറമേ ഒന്ന് കാണിച്ച് ഒന്നും സംഭവിക്കും. നമ്മൾ ദൈവത്തിന് അറിയാം ഈ വ്യക്തി അഹങ്കാരിയാണോ എളിമയുള്ള വ്യക്തിയാണെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. പിന്നെ നമ്മൾ എന്തിനാ പുറമേ കാണിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഉള്ളാലെ എളിമ കടന്നു വരണമെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മ. നീ എന്നെ ധിക്കരിച്ച് ചെയ്ത പ്രവർത്തികൾ നിമിത്തം നിന്നെ ഞാൻ അന്ന് ലജ്ജിതനാക്കുകയില്ല. എന്നാൽ നിന്റെ മധ്യേ നിന്ന് വൻപ് പറയുന്ന അഹങ്കാരികളെ ഞാൻ നീക്കിക്കളയും. നീ എൻ്റെ വിശുദ്ധഗിരിയിൽ ഒരിക്കലും അഹങ്കരിക്കുകയില്ല. ഞാൻ നിന്റെ മധ്യത്തിൽ വിനയവും എളിമയുമുള്ള ഒരു ജനത്തെ അവശേഷിപ്പിക്കും. അവർ കർത്താവിന്റെ നാമത്തിൽ അഭയം പ്രാപിക്കും. വിനയോ എളിമയുള്ള ഒരു സമൂഹത്തെ ഞാൻ രൂപപ്പെടുത്തും. അവർ ദൈവസന്നിധിയിൽ വ്യാപരിക്കുമെന്ന് വചനം നമുക്ക് ഉറപ്പ് തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എളിമയും വിനയവും തരുന്ന ആരാ? ദൈവമാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് എളിമയും വിനയവും എന്നെ അനുഗ്രഹിക്കണമേ. ഇതെല്ലാം ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, എന്നെ നിങ്ങളെ എല്ലാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി. നമ്മളിവിടെ നിന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുക. ഞാനിവിടുന്ന് വചനം പറയുമ്പോൾ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടുക, ആരാധന നയിക്കുമ്പോൾ ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെടും. നിങ്ങളെ സമൂഹം മുഴുവൻ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവരായിട്ട് ആ മണിക്കൂറുകളിൽ മാറ്റപ്പെടുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ബലിയർപ്പിക്കുമ്പോ ഞാനും നിങ്ങൾ സഹനത്തിൽ നിന്നുകൊണ്ട് ബലിയർപ്പിക്കുമ്പോ ആ ബലിയോട് ചേർന്ന് നിൽക്കുമ്പോ നാം ഓരോരുത്തരും ബലിയായിട്ട്, ക്രിസ്തുവിന്റെ ബലി, ദൈവത്തിന്റെ ബലിയായിട്ട് ഞാനും നിങ്ങളും മാറ്റപ്പെടുന്നു. കരങ്ങൾ ഉയർത്തുന്നു, സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ, പ്രിയ പുത്രനായ യേശു ക്രിസ്തു ദൈവത്തെ, പരിശുദ്ധ അമ്മ ദൈവത്തെ ആരാധിച്ചതുപോലെ ഞാനും നിങ്ങളും ആരാധിക്കുമ്പോൾ സ്വർഗീയ സാന്നിധ്യത്താൽ ദൈവജനം പൂരിതമാക്കപ്പെടുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സെഫാനിയയുടെ പുസ്തകം 3-9 തിരുവചനം പറയുന്നു, കർത്താവിന്റെ നാമം ജനതകൾ വിളിച്ചപേക്ഷിക്കുവാനും ഏകമനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷിക്കുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. ആരെ ശുദ്ധീകരിക്കുന്നത്? ദൈവമാണ്. ആരാണ് അഹങ്കാരം എടുത്തു മാറ്റുന്നത്? ദൈവമാണ്. ആരാണ് എളിമ തരുന്നത്, വിനയം തരുന്നത്? ദൈവമാണ്.
ഇതാണ് സത്യം. എല്ലാം ദൈവത്തിൽ നിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ മുഴുവൻ വരുന്നത് ദൈവത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ നിന്ന്. അപ്പം ആരെ വിളിച്ച് പ്രാർത്ഥിക്കണ്ടേ? പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അഹങ്കാരവും അസൂയയും സാർദ്ധതയും ഭിന്നതയും വിഭാഗിചിന്തയും വിദ്വേഷവും അന്ധവിശ്വാസവും എല്ലാം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരത്തില്ല. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിച്ച് പ്രാർത്ഥിക്കുക, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ഒരു പെങ്കൊച്ച് പറഞ്ഞ പോലെ, എനിക്ക് അഹങ്കരിക്കാൻ എന്നെ ഉള്ളേ, പക്ഷെ പ്രവൃത്തി മുഴുവൻ അഹങ്കാരമോ? പ്രവൃത്തി മുഴുവൻ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയാ. അഹങ്കാരത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ ഞാനും നിങ്ങളും അധപ്പതിക്കുവോ, തകർന്നു തീരുവോ? അപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ എൻ്റെ അധപ്പതനത്തിന് കാരണം, ഞാനിരിക്കുന്ന സിംഹാസനത്തിൽ നിന്ന് ഞാൻ തെറിച്ചു വീഴാൻ കാരണം എന്താ? സിംഹാസനം നഷ്ടപ്പെടാൻ കാരണം എന്താ? എൻ്റെ ഹൃദയത്തിലെ അഹങ്കാരമാണ്. അതെടുത്തു മാറ്റണേ ഈശോയെ. സമ്പത്തുണ്ടോ, ദരിദ്രനാണോ, അധികാരം ഉണ്ടോന്നുള്ളതല്ല. നീ ഏതവസ്ഥയിലാണെങ്കിലും നിന്റെ ഹൃദയത്തിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ നീ കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നുവെന്ന് പ്രഭാഷകന്റെ പുസ്തകം 12-ാം അധ്യായം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവിൽ നിന്ന് അകന്നു പോവോ? അപ്പോൾ ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ ഞാൻ ഇന്ന ആളിലെ, ഇന്ന കുടുംബത്തിലെ, ഇന്ന വീട്ടിലെ, ഇന്ന ഒന്നുമില്ല. ദൈവസ്ഥ നമ്മളെല്ലാം ഒരുപോലെയാണ്. അവിടെ ഇന്ന പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ഇതൊന്നുമില്ല കർത്താവിൻ്റെ സന്നദ്ധയിൽ. കർത്താവിൻ്റെ സന്നദ്ധയിൽ എല്ലാവരും ഒരുപോലെയാണ്. ദൈവം എല്ലാവരും ഒരുപോലെ കാണുന്നത്. ദരിദ്രനാക്കുന്നതും ധനികനാക്കുന്നതും ദൈവമാണ്. ഒരു ധനികൻ ദരിദ്രനാകാൻ അധികം സമയമൊന്നും വേണ്ട. കർത്താവിൽ ആശ്രയിച്ചാൽ അവനെന്ത് സംഭവിക്കും? അവൻ ഉയരും, കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, വ്യാപരിക്കണമേ. എൻ്റെ കുറവുകൾ ബലഹീനതകൾ എടുത്തു മാറ്റിക്കൊണ്ട് ഈ ആലയത്തിൽ ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവവചനം കേൾക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കർത്താവെ, ഞാനൊരു ശുശ്രൂഷകനായിട്ട് ദൈവസ്ഥാനത്തിലായിരിക്കുക. അപ്പം ഞാനും നിങ്ങളും ആഗ്രഹിക്കേണ്ട ഒറ്റ കാര്യമാണ് കർത്താവിന് വചനം നമ്മോട് പറയുന്നു, ശുശ്രൂഷകനാകാനുള്ള വരം ചോദിച്ച് പ്രാർത്ഥിച്ച്. ഈശോ, എന്നെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകനായിട്ട്, ഒരു ശുശ്രൂഷകയായിട്ട് കർത്താവിൻ്റെ നാമം പ്രഘോഷിക്കുന്ന, മറ്റുള്ളവരോട് ദൈവത്തെ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണമേ. നമുക്ക് ദിവസം എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസപൂർവ്വം നമ്മളിലൂടെ അനേകം ജനതകൾ ഈ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക് കടന്നു വരണം. അനുഗ്രഹം പ്രാപിച്ച് അവൻ അഭിഷേകം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ അവരും അനേകരോട് ഇത് പ്രഘോഷിക്കപ്പെടുകയും യേശുവിനെ കുറിച്ച് പറയുകയും അനേകർ കർത്താവിനെ അന്വേഷിച്ച് വരികയും ചെയ്യും. നമുക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരം ഉയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. സ്വരം ഉയർത്തി സ്തുതിച്ച്, സ്വരമേർത്തി സ്തുതിക്കുന്നു. ഇസ്രായേൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുന്നില്ല, വ്യാജം പറയുകയില്ല, അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല. അവർ സുഖമായി മേയുകയും വിശ്രമിക്കുകയും ചെയ്യും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സിയോൻ പുത്രി ആനന്ദഗാനം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ചുല്ലസിക്കുക. നിനക്കെതിരെയുള്ള ഭീതി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട്, നിങ്ങൾ ഇനിമേൽ അനർത്ഥം ഭയപ്പെടുകയില്ല. അന്ന് ജെറുസലേമിനോട് പറയും, സിയോനെ ഭയപ്പെടേണ്ട, നിന്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ. നിന്റെ ദൈവമായ കർത്താവ് വിജയം തരുന്ന യോദ്ധാവ് നിന്റെ മധ്യയുണ്ട്. കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു, സർവശക്തനായവനെ വിളിക്കുന്നു, ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ വിശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ അശുദ്ധിയെല്ലാം നീങ്ങിപ്പോകട്ടെ എന്ന് നമ്മൾ ഒന്നു ചേർന്ന് ദൈവസ്ഥനെ സ്വരം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ അവസ്ഥകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, ദുഷ്ടം വെച്ചിരിക്കുന്ന അപകടങ്ങള്, കെണികള്, അതുപോലെ സാമ്പത്തിക തകർച്ചകള്, ദാരിദ്ര്യം, പട്ടിണി,
കടബാധ്യതകള്, രോഗങ്ങള്, എല്ലാ കുടുംബത്തിലെ അസമാധാനം ഇതെല്ലാം വിട്ടൊഴിഞ്ഞു പോകുവാനായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സമാധാനത്തിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തില്, എൻ്റെ മക്കളുടെ ഇടയില് സമാധാനം ഇല്ല കർത്താവേ. സമാധാനത്തിന്റെ രാജാവേ, എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് അരുളി ചെയ്തുകൊണ്ട് ശിഷ്യന്മാർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്ത് മിശിഹായെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ മക്കളിലേക്ക് കടന്നു വന്ന് എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ദേശത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, അഭിഷേകത്തോടെ വിളിക്കുന്നു, ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. നമുക്ക് സമർപ്പണത്തിന്റെ സമയമാണ്. കാഴ്ചയെ കൊണ്ട് സമ്പത്തിനെ നമുക്ക് കർത്താവിന് കൊടുക്കാം. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, ഇത് 7 ഇരട്ടിയായിട്ട് ഞാൻ തിരികെ നൽകും. സമർപ്പിക്കുമ്പോൾ മുഖം ആടരുതെന്ന് കർത്താവ് പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായത്തിലൂടെ അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവിന് കൊടുക്കുമ്പം മനം തുറന്നു കൊടുക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക, കഴിവിനൊത്ത് ഉദാരമായിട്ട് കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. കർത്താവ് പ്രതിഫലം തരുന്നവനാണ്. എന്തിനാണ് സമർപ്പണം എന്ന് ചോദിക്കും. ഇവിടെ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അതിൻ്റെ ദാരിദ്ര്യം കൊണ്ടൊന്നും അല്ല. ഇവിടെ സമർപ്പിക്കുന്നത് ഒരു വഴി കർത്താവിലേക്ക് സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനമാണ് 7 ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരും എന്നുള്ള. ഈ വാഗ്ദാനം നമ്മൾ നിറവേറുവാനായിട്ടാണ് ഓരോ ദേവാലയങ്ങളും സമർപ്പണം നടത്തുന്നത്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്വരമൊന്നുയർത്തി സർവശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഈ സമർപ്പണ വസ്തുവിനെ കർത്താവിൻ്റെ തിരുച്ചോരയാൽ വിശുദ്ധീകരിച്ച് എൻ്റെ സാമ്പത്തിക മേഖലയിൽ ഇന്നോളം അനുഭവിച്ചിരിക്കുന്ന എല്ലാ തകർച്ചകളിൽ നിന്നും എനിക്ക് മോചനം നൽകി സമൃദ്ധി നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസപൂർവ്വം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? ഞാൻ നിനക്ക് മുമ്പേ പോകും, മലകൾ നിരപ്പാക്കും, പിച്ചളവാതിൽ ഒടിക്കും, ഇരുമ്പാടാമ്പലുകളെ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാലത്തെ നിധിയും രഹസ്യ ധനശേഖരോ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. കരമേർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. സർവശക്തിയോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിചയമുള്ളവർ ഒത്തിരിയേറെ ആളുകൾ വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അപ്പം അവരെ സുവിശേഷം ദൈവരാജ്യം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുക. അക്രൈസ്തവരായിട്ടുള്ള മക്കൾ വരുന്നുണ്ട്, അവരൊക്കെ മറ്റുള്ളവരോട് പറയും ഇങ്ങനൊരു ശുശ്രൂഷ നടക്കണം. അപ്പോൾ അങ്ങനെ ആളുകൾ ഈശോയെ കാണാൻ വേണ്ടി, ബ്രദറിനെ കാണാൻ വരണ്ട, ഈശോയെ കാണാൻ വേണ്ടി പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന സൗഖ്യം തരുന്ന അനുഗ്രഹം തരുന്ന അത്യുന്നതനായ ദൈവത്തെ കാണാൻ വേണ്ടി നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, കടന്നു വരുന്നവരും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ അനേകരെ കൂട്ടിക്കൊണ്ടു വരാനുള്ള ഒരു ആത്മീയ അഭിഷേകം കർത്താവ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കാഴ്ച സമർപ്പിച്ചിരിക്കുന്നവർ മുട്ടുമേലാകുക. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. മണ്ണിൽ വിജയം നേടിടുവാൻ മാനവഹൃദയം തുറക്കുവാൻ അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. അഭിഷേകം ചെയ്തു നിന്നെ വേർതിരിച്ചു ഞാൻ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ, കൈപിടിച്ചു നടത്തുവാൻ കൂടെയുണ്ടല്ലോ. കർത്താവായ ദൈവം ഞാൻ കൂടെയുണ്ടല്ലോ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി. സ്വർഗീയ രാജാവ് ഇതാ ജനമധ്യത്തിലേക്ക് കടന്നവരെ അടുത്ത് ആരാധിക്കുവാനായിട്ട്
നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമാർജനം ചെയ്യപ്പെടും. ഗർഭഛിദ്രമോ വന്ധ്യതയോ ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന പുറപ്പാടിന്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുലിഖിതം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒറ്റ വിളി ഈശോയേന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു. കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹ കർത്താവേ മാലാഖമാരും ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരും ഞങ്ങൾ പാടി പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ മാനവരക്ഷകനേ നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിന്റെ സാന്നിധ്യം, അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, ഹാനാൻ വിട്ട് കാനാനിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ തൻ്റെ പിതൃദേശത്തെ അപേക്ഷിച്ചുകൊണ്ട് കാനാനിലേക്ക് ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്ന അബ്രാഹം, ആ അബ്രാഹത്തിന്റെ ദൈവമായിട്ട് ദൈവം മാറുകയാണ്. ഓരോ തിരുവചനങ്ങളും അനുസരിച്ച് ഒരു വ്യക്തി വ്യാപരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ദൈവമായിട്ട് ദൈവം മാറ്റപ്പെടുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിച്ച് ഓരോരുത്തരും പ്രാർത്ഥിച്ച് ദൈവവചനം അനുസരിച്ച് ജീവിക്കുക. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. നിങ്ങൾ ചുമ്മാ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കർത്താവ് പറയുക. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനം പാലിക്കും. ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, എന്നേക്കും നിങ്ങളുടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല എന്ന് കർത്താവ് ഉറപ്പ് തരികയാണ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായിട്ട് മാറ്റപ്പെടണമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. മക്കൾ പ്രാർത്ഥിച്ചു ഈശോയുടെ സന്നദ്ധിയിൽ പരിശുദ്ധാത്മാവിലുള്ള ആരാധന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞു എന്ന് സമറിയായിലെ സ്ത്രീയോട് ഈശോ പറഞ്ഞു. മക്കളെ, ചുമ്മാ ഒരു അധരം കൊണ്ടല്ല നിങ്ങൾ ആരാധിക്കണം, നിങ്ങൾ ഹൃദയം കൊണ്ട് ആരാധിക്കുക. ഹൃദയത്തിൽ നിന്ന് വരുന്നതായിരിക്കണം അധരത്തിലൂടെ പുറത്തു വരുന്നത്. ഹൃദയത്തിലുള്ളതാണ് അധരത്തിൽ പ്രഘോഷിക്കപ്പെടുന്നത്. നിനക്ക് വിശ്വാസമുണ്ട്, ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അധരത്തിലൂടെ ദൈവനാമം, ദൈവവചനം പ്രഘോഷിക്കും. മക്കൾ പ്രാർത്ഥിച്ചു ദൈവസന്നദ്ധിയിൽ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും തരണേ എന്ന് പ്രാർത്ഥിച്ചു. പഴയതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകുകയാണ്. ദൈവം നമ്മുടെ ദൈവമായിട്ട് മാറ്റപ്പെടുകയാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേമിലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഈശോ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി വരാവോ, എൻ്റെ കുടുംബത്തിലേക്കൊന്ന് ഇറങ്ങി വരാവോ. സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ, സീനായി മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നതുപോലെ, താബോർ മലയുടെ മുകളിലേക്ക് ഇറങ്ങി വന്നതുപോലെ, കർത്താവേ എൻ്റെ ഭവനത്തിലേക്ക്,
എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ പ്രവൃത്തിയിലേക്ക്, എൻ്റെ പ്രവർത്തന മേഖലയിലേക്ക് ദൈവമേ നീ ഒന്ന് ഇറങ്ങി വരാമോ? ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു മക്കൾ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച്, എൻ്റെ മകന്, എൻ്റെ മകള് തോന്നിവാസം ജീവിക്കുക, ഒന്ന് ഇറങ്ങി വന്ന് ഒന്ന് തൊടാവോ, ഒന്ന് സുഖപ്പെടുത്താവോ, ഒരു പുതിയ വ്യക്തിയായിട്ട് മാറ്റാവോ? പ്രിയ ദൈവജനമേ, ആദ്യത്തെ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിനെ കല്ലെറിയുമ്പോ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു വെച്ചത് സാവൂളിന്റെ കാൽ കീഴിലായിരുന്നു. ദൈവമായ കർത്താവിനോട് സ്റ്റെഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷി സെന്റ് സ്റ്റീഫൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ പാപങ്ങളൊന്നും ഇവന്റെ മേൽ ചുമത്തരുത്. ദൈവകൃപയാൽ ഈ മക്കളെ, എന്നെ കല്ലെറിയുന്നവരെ, എൻ്റെ വസ്ത്രം എറിഞ്ഞ് കാൽ കീഴിൽ വെച്ചിരിക്കുന്നവരെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. അഹങ്കാരത്തിന്റെ മൂർധന്യത്തില് സൗള് അധികാരപത്രവും മേടിച്ചുകൊണ്ട് ദമാസ്കസിലേക്കുള്ള യാത്രാ മധ്യത്തില് കർത്താവിന്റെ ശക്തി സൗളിന്റെ മേല് വെളിപ്പെട്ടു എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുന്നു. മിന്നൊള്ളിപോ വലിയൊരു ശക്തി വ്യാപരിച്ചു. സൗള് അഹങ്കാരത്തിൽ നിന്ന് നിലത്തേക്ക് താഴെ വീണു എന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എല്ലാ അധികാരവും നഷ്ടപ്പെട്ടവനെ പോലെ, ഒന്നും കാണാൻ പറ്റത്തില്ലാത്തവനെ പോലെ, കാഴ്ച നഷ്ടപ്പെട്ടവനെ പോലെ കുതിരപ്പുറത്ത് നിന്ന് തന്റെ അധികാരപത്രവുമായിട്ട് താഴെ വീണ സൗളിന് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരികയാണ്. ആളുകൾ കൈക്ക് പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തുക. മക്കളെ പ്രാർത്ഥിച്ച്, ഒന്നുമില്ല, ഞാനൊന്നുമല്ല, ദൈവസന്നിധിയില് ഞാനും നിങ്ങളും ഒന്നുമല്ല എന്നാണ് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രാർത്ഥിച്ച്, ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, ഈശോയെ കഴിവില്ലാത്തവനാണ്, ആഗ്രഹിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച്, സാവൂളിനെ പൗലോസാക്കിയ യേശു ഇതാ നമ്മുടെ മധ്യത്തിലുണ്ട്. ആഗ്രഹിച്ച് ഈശോയെ അപ്പസ്തോല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതൽ തിരുവചനം. സാവൂൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥനാക്കി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രവും ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലുളി അവന്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്തിനാ എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക, നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്യുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണാതായാൽ നിശബ്ദരായി നിന്നുപോയി. സാവൂൾ നിലത്തു നിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവരെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവനൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ കൊണ്ട് പലതും ചെയ്യിക്കുന്നതെന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ചേ, എളിമയോടെ സ്തുതിച്ച്, കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ. കർത്താവേ, ഞാനൊരു അഹങ്കാരിയാണ്. കർത്താവേ, നിന്റെ സന്നിധിയില് ഞാൻ പലപ്പോഴും അഹങ്കാരത്തോടെ നിലകൊണ്ടിട്ടുണ്ട്. ഞാനൊരു പാപിയാണ്, ബലഹീനനാണ്. എൻ്റെ ബലഹീനതയെ ഏറ്റെടുക്കണമേ. എൻ്റെ ഹൃദയത്തെ ഏറ്റെടുത്ത് സാവൂളിന് കൊടുത്ത ആ ഹൃദയം പോലെ നല്ലൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശുവിൻ്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയേ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. ചേർന്ന് പാടാം.
നമുക്ക് ആരാധിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ചേർന്ന് പാടി ആരാധിക്കും. അഭിഷേകം വ്യാപരിക്കും. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. വിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ.
ശക്തമായിട്ട് സ്തുതിക്കുന്നു. കഴുത്തിന് വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ യേശു സുഖപ്പെടുന്നുണ്ട്, ആത്മ വെളിപ്പെടുത്തുന്നുണ്ട്. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രോഗാവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ സുഖപ്പെടുത്തണമേ. 38 വർഷക്കാലം ബെത്സയിദ കുളക്കരയിൽ രോഗിയായ മകന്റെ ആഗ്രഹം കുളമിളകുമ്പോൾ ഇറക്കി കടത്തുവാൻ ആളില്ല. കർത്താവേ, എന്നെ സുഖപ്പെടുത്തുവാൻ ദൈവമേ വരണേന്ന് അവൻ ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചപ്പോ യേശു അവന് സമീപസ്ഥനായി. അവനെ യേശു സുഖപ്പെടുത്തി. കരമുയർത്തി വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എനിക്കാരുമില്ല കർത്താവേ, എനിക്കാരുമില്ല. നീ അല്ലാതെ, അങ്ങല്ലാതെ എനിക്കാരുമില്ല. കണ്ണൊന്നടച്ച് പ്രാർത്ഥിച്ച് ആരാണ്ടൊക്കെ സഹായിക്കാനുണ്ടെന്നുള്ള തോന്നലാണ് നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ കാരണം. അമേരിക്കയിലുള്ള ആൻറ്റി സഹായിക്കും, UK ചേട്ടൻ സഹായിക്കും. ഇതൊന്നും സഹായിക്കത്തില്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. സഹായം ദൈവത്തിൽ നിന്ന് മാത്രമാണ്. മക്കൾ പ്രാർത്ഥിച്ച് ആശ്രയിച്ച് എൻ്റെ മക്കൾ സുഖപ്പെടണമെങ്കിൽ, മദ്യപാനം ഉപേക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ കർത്താവിനോട് നിലവിളിച്ച മാത്രം. കണ്ണുനീരൊഴുക്കിക്കൂ, കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പം വിട്ടിറങ്ങി വന്ന് സമീപത്ത് നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പത്തിലേക്ക് ഇറങ്ങി വന്നവൻ നിലവിളിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങി വന്ന് അവരെ സുഖപ്പെടുത്തുവാനാ അപ്പത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നിരിക്കുന്നത്. മക്കൾ പ്രാർത്ഥിച്ചു, ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരാമോ? ജീവിത പങ്കാളി മദ്യത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളുടെ അടിമത്തത്തിലാണ്. തെറിവിളിയും ചീത്തവിളിയും കൊണ്ട് മടുത്തു. കർത്താവേ, ഒന്ന് വരാവോ? ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ ഈശോ ചെന്നപ്പോ ശതാധിപൻ പറയുന്നുണ്ട്, എൻ്റെ ഭവനം മലിനമാണ്, എൻ്റെ ഭവനത്തിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല. നീ ഇവിടെ നിന്ന് കൽപ്പിച്ചരളിയാൽ ഭൃത്യൻ സുഖം പ്രാപിക്കും. ഈശോ പറയുന്നുണ്ട്, ഇസ്രായേലില് ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇസ്രായേൽ ജനത്തില് ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇന്നോളം കണ്ടിട്ടില്ല. മക്കൾ പ്രാർത്ഥിച്ചു ഈശോയോട് പറഞ്ഞു, ഈശോയെ, തിരുവോസ്തുരൂപനായ യേശുവേ, നീ ഇവിടെ നിന്ന് കൽപ്പിച്ചരളിയാൽ എൻ്റെ ഭർത്താവ്, എൻ്റെ മകന്, എൻ്റെ മകള് സുഖം പ്രാപിക്കും. വിശ്വസിച്ചേ പ്രാർത്ഥിച്ച് ചങ്ക് തുറന്ന് ഇരുകണ്ണിലൂടെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് മടുത്ത്. കർത്താവേ, മടുത്ത്. ഒരു ഭാര്യ അമേരിക്കയിൽ നിന്ന് ഫോണിലൂടെ ഭർത്താവിൻ്റെ ചീത്തവിളി കേൾപ്പിച്ചു. പ്രിയപ്പെട്ട ഒരു ചെവി തകർന്നു പോകുന്ന ശബ്ദത്തില് ആ ഭാര്യ പറഞ്ഞു, എനിക്ക് ഭയം കൊണ്ട് പറ്റുന്നില്ല ബ്രദറെ, വർഷങ്ങളായിട്ട് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുക. സുഖപ്പെടുത്തണ ഈശോയെ, ഇറങ്ങി വരാവോ? പൈശാചിക അടിമത്തത്തില്, തിന്മയുടെ അടിമത്തത്തില്, അന്ധകാരത്തിന്റെ പിടിയില് കഴിയുന്ന എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ ഒന്ന് സുഖപ്പെടുത്തുവാൻ ഒന്ന് ഇറങ്ങി വരാവോ? കരമൊന്ന് നീട്ടി വിളിച്ച് ഈശോയെ എന്ന് വിളിച്ച്, മക്കള് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, ഈശോയെ, ഈ അപ്പം വിട്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ആത്മാവിലേക്ക്, എൻ്റെ ജീവനിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തകർന്ന അവസ്ഥയിലേക്ക്, എൻ്റെ ദാരിദ്ര്യത്തിലേക്ക്, എൻ്റെ ഇല്ലായ്മകളിലേക്ക് ഒന്ന് ഇറങ്ങി വരാവോ? കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. ദൈവമേ, കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടണേ. നിന്റെ സാന്നിധ്യത്തിൽ പർവ്വതം വിറകൊണ്ടിടട്ടെ. കർത്താവേ, ആകാശം പിളർന്ന് വന്നിടണേ.
കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകം നിറയട്ടെ. പുറപ്പാട് പുസ്തകം 29 അധ്യായം 45 തിരുവചനം, 45, 46 തിരുവചനം. ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മധ്യേ വസിക്കും, അവരുടെ ദൈവമായിരിക്കുകയും ചെയ്യും. അവരുടെ ഇടയിൽ വസിക്കുവാൻ വേണ്ടി അവരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവരറിയും. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ഹല്ലേലൂയ. നന്നായിട്ട് പ്രാർത്ഥിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ ബന്ധനങ്ങളും നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ദൈവജനം നിറയപ്പെടട്ടെ. ഓരോ അധരങ്ങളും യേശുനാമത്താൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാവുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദന ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വെളിപാട് പുസ്തകം 21 അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനമാണ് നിങ്ങൾ കേട്ടത്. ഈ വചനത്താൽ ഈ സമൂഹം അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു, മുദ്രിതമായിരിക്കുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോട് വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ വിളിക്കുന്നു. സർവശക്തനായ ദൈവത്തെ വിളിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു. അബ്രാഹത്തിന്റെ ദൈവത്തെ വിളിക്കുന്നു. ഇസഹാക്കിന്റെ ദൈവത്തെ വിളിക്കുന്നു. യാക്കോബിന്റെ ദൈവത്തെ വിളിക്കുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനെ വിളിക്കുന്നു. കരമടിച്ചു പാടാം. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ചേർന്ന് പാടിക്കേ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും, അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. ശക്തിയോടെ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. എല്ലാവരും പാടാമോ? ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അഭിഷേകം തരണമേ. ദൈവശക്തി വെളിപ്പെടുത്തണമേ. ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ കരുണ തോന്നണേ. ബലഹീന ശരീരത്തെ ശക്തിപ്പെടുത്തണമേ ഈശോയെ. കുറവുകളെ നികത്തണമേ ഈശോയെ. രോഗങ്ങളെ സുഖപ്പെടുത്തണേ ഈശോയെ. ഈ ശരീരത്തിന്റെ എല്ലാ ബലഹീനതകളെയും ഏറ്റെടുക്കണേ ഈശോയെ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവേ കൃപ ചൊരിയണമേ. ശരീരം ബലഹീനമാണ്, മനസ്സ് സന്നദ്ധമാണെന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നുണ്ട്. മനസ്സ് പ്രാർത്ഥിക്കുവാൻ സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. ഈ ശരീരത്തെ, ഈ ബലഹീന ശരീരത്തെ ദൈവിക ശരീരമാക്കി രൂപപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ ശക്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജന ഒറ്റ വിളി പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുന്നു.
പഠിക്കാം, നന്നായിട്ട് പഠിക്കാം. അബ്രഹാമിൻ ദൈവം നിന്നെ വിളിച്ചു, ഇസഹാക്കിൻ ദൈവം പരിപാലിച്ചു. അബ്രഹാമിൻ ദൈവം നിന്നെ വിളിച്ചു, ഇസഹാക്കിൻ ദൈവം പരിപാലിച്ചു. യാക്കോബിൻ ദൈവം തുണയായി നിന്നു, ഇസ്രായേലിൻ ദൈവം കരുതിയല്ലോ. യാക്കോബിൻ ദൈവം തുണയായി നിന്നു, ഇസ്രായേലിൻ ദൈവം കരുതിയല്ലോ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. മർദ്ദിതർക്കു നീതി നടത്തിത്തരും, വിശക്കുന്നവർക്ക് ആഹാരം ദിനവും തരും. മർദ്ദിതർക്കു നീതി നടത്തിത്തരും, വിശക്കുന്നവർക്ക് ആഹാരം ദിനവും തരും. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കും, അന്ധരുടെ കണ്ണുകൾ തുറന്നു തരും. ബന്ധിതരെ അവിടുന്ന് മോചിപ്പിക്കും, അന്ധരുടെ കണ്ണുകൾ തുറന്നു തരും. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. ചേർന്ന് പഠിക്കേ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിച്ചിടുവിൻ. അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും, അവൻ തന്നെ നിന്റെ രക്ഷയും, അവൻ തന്നെ നിന്റെ കോട്ടയും. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. സ്തുതിച്ചിടുവിൻ, സ്തുതിച്ചിടുവിൻ, കർത്താവിനെ എന്നും സ്തുതിച്ചിടുവിൻ. ആത്മാവേ എൻ്റെ ആത്മാവേ കർത്താവിനെ 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 സ്തുതിച്ചിടുവിൻ. സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്നു, ശക്തി വ്യാപരിക്കപ്പെടുന്നു. യേശുനാമത്തില് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും മാനസാന്തരവും ഇപ്പോൾ ആലയത്തില് വെളിപ്പെടുന്നു. കരമേർത്തി ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. നമുക്കൊന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു വലിയ സാക്ഷ്യമാണ്. എൻ്റെ പേര് റോസമ്മ റജി. ഞാൻ കുറുപ്പന്തറയിൽ നിന്ന് വരുന്ന. കഴിഞ്ഞ മാസം എനിക്ക് അസഹ്യമായ തലവേദനയും ഛർദിയും ഉണ്ടായി. എൻ്റെ വയറ്റിലൊരു മുഴയുള്ളതായി കാണപ്പെട്ടു. ബ്ലഡ് പ്രഷർ കൂടുതലായി കണ്ടു. എനിക്ക് ഭയങ്കരമായ മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. രക്തം പരിശോധിച്ചപ്പോൾ SGOTയും SGPTയും കൂടുതലായി കാണിച്ചു. ഞാൻ മാന്നാനം പള്ളിയിൽ താമസിച്ചുള്ള ധ്യാനം സെപ്റ്റംബർ മാസത്തെ ധ്യാനം കൂടുകയും എല്ലാ വെള്ളിയാഴ്ചകളിലും ധ്യാനം മുടങ്ങാതെ കൂടിയതിൻ്റെ ഫലമായി വയറിൻ്റെ സ്കാനിങ്ങിൽ എല്ലാം നോർമലായി കണ്ടു. എൻ്റെ വയറ്റിലെ മുഴ നിശേഷം മാറി. എൻ്റെ രോഗം നിശേഷം വയറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അത് അനുഗ്രഹം നൽകി ഈശോയ്ക്ക്, പരിശുദ്ധ മാതാവിനും അവർ നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മ താമസിച്ചുള്ള ധ്യാനത്തിൽ അതിനുശേഷമുള്ള ശുശ്രൂഷകളിൽ തുടർച്ചയായിട്ട് പങ്കെടുത്തു. പിന്നീട് ചെന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വയറിനുള്ളിലും മുഴയില്ല. SGPTയും SGOTയൊക്കെ നോർമലായി. ബ്ലഡ് പ്രഷർ കുറഞ്ഞു. ആള് സൗഖ്യം പ്രാപിച്ചു. യേശു ആ വ്യക്തിയിൽ വെളിപ്പെട്ടു. കരങ്ങളടിച്ച്
ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വത്സം എന്ന സഹോദരി ഒരു സാക്ഷ്യമാണ്. സഹോദരിയുടെ മാല നഷ്ടപ്പെട്ടു പോയി, 2 പവൻ്റെ മാല നഷ്ടപ്പെട്ടു പോയി. വളരെ വിഷമത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ഇവിടെ ഒന്ന് വചനം കേട്ട് ബലിയർപ്പിച്ച് ആരാധനയിലൊക്കെ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കിട്ടുവാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ ശുശ്രൂഷയിൽ സാക്ഷി എഴുതിയിട്ടുള്ള നേർന്നതിൻ്റെ ഫലമായിട്ട് 2-ാം തീയതി വൈകുന്നേരം മാല തിരിച്ചു കിട്ടി. കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. സെലിൻ എന്ന സഹോദരൻ, ഞാൻ കൂടല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനും എൻ്റെ ജീവിത പങ്കാളിയും 2-3 വർഷമായിട്ട് ഞായറാഴ്ചയിലെ ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. എൻ്റെ മകന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവന് എല്ലാത്തിനും തടസ്സമായിരുന്നു. ഒരുപാട് വിവാഹം ആലോചിച്ചു, ഒന്നും നടന്നില്ല. 2023 മെയ് മാസത്തിൽ ഞങ്ങൾ അവൻ്റെ വിവാഹം നടത്താൻ ഉറപ്പിച്ചു. അത് മാറിപ്പോയി. അതിനുശേഷം ബ്രദറിനെ വിളിച്ചു. അപ്പോൾ ബ്രദർ പറഞ്ഞു അതിലും നല്ല വിവാഹം നടക്കും, വന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. 2024 ഓഗസ്റ്റിൽ അവൻ്റെ വിവാഹം നടന്നു. ചാവറ പിതാവിൻ്റെ മധ്യസ്ഥയിലൂടെ ഈശോ ചൊരിയുന്ന ഈ വലിയ അനുഗ്രഹത്തിന് അവർ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിവാഹ തടസ്സം നേരിടുന്നവരിൽ കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുക. ഈ ദൈവമഹത്വത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈ അനുഗ്രഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി വിവാഹ തടസ്സം നേരിടുന്ന മക്കളിലേക്ക് കർത്താവിൻ്റെ കൃപ പരിശുദ്ധ കുർബാനയിൽ നിന്ന്, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവർ അനുഗ്രഹിക്കപ്പെടുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം, നന്നായിട്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. PC മാത്യു, ഞാൻ വെള്ളാതുരുത്തിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് കുറച്ച് വസ്തുക്കൾ വിൽക്കാനുണ്ടായിരുന്നു. പല പരസ്യങ്ങളും കൊടുത്തുവെങ്കിലും വിൽപ്പന നടന്നില്ല. ഞങ്ങളിവിടെ വന്ന് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച് 5-ാമത്തെ ആഴ്ചയിൽ തന്നെ കച്ചവടം നടന്നു. 2 ആഴ്ചക്കുള്ളിൽ ആധാരവും നടന്നു. കർത്താവ് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് PC മാത്യു പുതുപ്പറമ്പിൽ നന്ദി പറയുകയാണ്. കരങ്ങൾ ഉയർത്തി. വസ്തു വിൽക്കാനുള്ളവർ, അങ്ങനെയുള്ള മേഖല കടബാധ്യത നിൽക്കുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ ഈ മഹത്വത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് കരങ്ങൾ ഉയർത്തി ഈ ഇതുപോലെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ചോദിച്ചുകൊണ്ട് സ്വരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. കൃപ വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കെവിൻ മാഞ്ഞൂരും സാക്ഷ്യപ്പെടുത്തുന്നു. എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റിൽ ഫൈനൽ റൗണ്ടിൽ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് ഒന്ന് ദൈവം അനുഗ്രഹിച്ചതിന് ആ സഹോദരൻ നന്ദി പറയും. എൻ്റെ പേര് നിതിൻ മാത്യു, സ്ഥലം പുന്നത്ര. ഞാൻ 2 വർഷമായി സാധിക്കുന്ന എല്ലാ ഞായറാഴ്ചകളിലൂടെ വന്ന് ആരാധനയിൽ സംബന്ധിക്കാറുണ്ട്. ഈ ആരാധന ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. വർഷങ്ങളായി എനിക്ക് കൂടെ തലവേദന ഉണ്ടായിരുന്നു. തലവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് ക്കാവുന്നതിലും അപ്പുറമായിരുന്നു. മരുന്ന് കഴിച്ചാലും അത് മാറുകയില്ലായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഉറങ്ങി എഴുന്നേറ്റാൽ മാത്രമേ അത് കുറയുകയുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഛർദിയും ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് 25-ാം തീയതി ആരാധനയുടെ മധ്യത്തിൽ ബ്രദർ തലവേദനയുള്ള 7 പേരെ തലവേദന മാറുന്നതായിട്ട് സന്ദേശം പറഞ്ഞു. അത് സാക്ഷ്യപ്പെടുത്തണമെന്ന് ബ്രദർ പറഞ്ഞു. ഞാൻ അപ്പോൾ എൻ്റെ തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്ന നേർന്നതിൻ്റെ ഫലമായിട്ട് ആ നിമിഷം മുതൽ ഇന്നോളം എനിക്ക് തലവേദനയില്ല. ഈശോ പരിപൂർണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ ഒറ്റ വിളി ഈശോയെന്ന് വിളിക്കുന്നു. സ്വരമുയർത്തി വിശ്വാസത്തോടെ വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈ ദൈവമഹത്വത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മഹത്വം ഇറങ്ങി വരാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വരമുയർത്തി ഇങ്ങനെ വേദന അനുഭവിക്കുന്നവര്, മാറാത്ത രോഗങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോസമ്മ എന്ന സഹോദരി പാതുവായിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ പാതുവ ഇടവകാംഗമാണ്. ഞങ്ങൾ കുടുംബസമേതം 2 വർഷത്തോളമായി മാന്നാനത്തെ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ആരാധന കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാളുകളായി എനിക്കുണ്ടായിരുന്ന അലർജിയും ശരീരത്തിലുണ്ടായിരുന്ന ചൊറിച്ചിലും മാറുകയും കൂടാതെ ചിക്കൻ ബോക്സ്
പെട്ടെന്ന് സുഖപ്പെടുകയും ചെയ്തു. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിന് ആ സഹോദരൻ നന്ദി പറയുന്നു. ശാരീരിക അസ്വാസ്ഥ്യങ്ങള്, ചൊറിച്ചില്, അലർജി രോഗമുള്ളവര് ഈ മഹത്വത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? കരങ്ങൾ അടിച്ചു പാടാം. നന്ദി പറഞ്ഞു പാടിക്കുക. അഭിഷേകത്തോടെ പാടിക്കണം. പാപികളും അയോഗ്യരുമായിരുന്നിട്ടും ദൈവം ചൊരിയുന്ന ഈ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് നിന്റെ സാന്നിധ്യത്തിന്റെ ശക്തി കൂടുതലായിട്ട് ഈ ശുശ്രൂഷയിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ബലഹീന ശരീരങ്ങളെ ശക്തിപ്പെടുത്തണമേ, രോഗമുള്ള ശരീരങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ങ്ങളിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. കടബാധ്യതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, അസമാധാനങ്ങളിൽ നിന്ന് ഒക്കെ മോചനം കൊടുത്തുകൊണ്ട് വലിയ സമാധാനമുള്ള, ഐശ്വര്യമുള്ള ഒരു കുടുംബ ജീവിതം പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയേ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ ഈശോയേ. അടിച്ചു പാടാം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ശക്തിയോടെ പാടിക്കുക. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഉറച്ചു പാടിക്കേ. ബുദ്ധിക്കതീതമോ അത്യത്ഭുതങ്ങള് എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമോ അത്യത്ഭുതങ്ങള് എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. വിശ്വാസത്തോടെ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. വിശുദ്ധിയോടെ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ശക്തിയോടെ. കൂടെയുള്ളവൻ, കൂട്ടിന് വരുന്നവൻ, കൂടെ നടക്കുന്നവൻ, എമൗസിലേക്ക് യാത്ര ചെയ്തവൻ, ശിഷ്യന്മാരോടൊപ്പം നടന്നവൻ, അവർക്ക് ശക്തി കൊടുത്തവൻ, തിരുലിഖിതങ്ങള് മനസ്സിലാക്കുവാൻ തക്കവിധം അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുത്തവൻ, അവരോടൊപ്പമായിരിക്കുവാൻ അപ്പത്വത്തിലേക്ക് കടന്നു ചെന്ന് അവരോടൊപ്പം അവരുടെ ശരീരത്തിലായിരുന്നവൻ, അതാ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാഥൻ ഇതാ ജനമധ്യത്തില് അപ്പത്തിനുള്ളില് യേശു മറഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന് സങ്കീർത്തകരുടെ അരുളി ചെയ്ത ആ ദൈവമാണ് പരിശുദ്ധ കുർബാനയില് മറഞ്ഞിരിക്കുന്ന ദൈവം. ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമ ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. കൂടെയുണ്ടോ? സാധ്യമേ, എല്ലാം സാധ്യമേ,
എന്നേശുവൻ കൂടെയുള്ളതാ. വിശ്വാസത്തോടെ അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ശക്തിയോടെ കരമടിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അപ്പമായി തീർന്ന ഒരു ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തരുന്ന ഒരു ദൈവം എൻ്റെ ഉള്ളിലുണ്ട്. ആ ദൈവത്തെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? കൃപ നിറഞ്ഞ് വിളിക്കാമോ? ദൈവിക ശക്തിയിൽ വിളിക്കാമോ? ദൈവിക സാന്നിധ്യത്തെ വിളിക്കാമോ? കരമടിച്ച് സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും. വിശ്വാസത്തോടെ ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു. ബുദ്ധിക്കതീതമം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. 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 എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. മുട്ടുമേലാകാം. നമ്മുടെ എല്ലാ നിയമങ്ങളും ഒരിക്കൽ കൂടി ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നടച്ചേ. ഒത്തിരിയേറെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സാധ്യമാക്കണമെങ്കിൽ ഈശോ കൂടെ വരണം. പരിശുദ്ധാത്മാവ് നിറയണം. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരണം. ആഗ്രഹിച്ച് ഈശോയെ പരിശുദ്ധ അമ്മ ചോദിച്ചില്ലേ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ രക്ഷാകര പദ്ധതിയിലൂടെ ദൈവം ചൊരിയുന്ന നിത്യരക്ഷ പ്രാപിക്കുവാൻ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോട് പഠിപ്പിച്ചത് തന്നെയാണ്. സഹിയോൻ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അത്യുന്നത ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായിട്ട് അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് നിറഞ്ഞവർ സമ്മേളിച്ചിരുന്ന മാളികമുറി മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അത്യുന്നത ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തിന് സ്വർഗത്തിൽ ഒരിക്കലും ഇരിക്കാൻ പറ്റത്തില്ല. ആ മഹത്വം ഇറങ്ങി വന്ന് പരിശുദ്ധാരൂപി നിറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് ആവസിക്കപ്പെട്ടു. ഒരു മകളില് പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വത്തിന് സ്വർഗത്തിൽ ഇരിക്കാൻ സാധ്യമല്ല. അത് ഇറങ്ങി വന്ന് അവന്റെ മേൽ അവളുടെ മേൽ നിലയുറപ്പിക്കും. ഇതാണ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. കരങ്ങൾ കൂപ്പിപ്പിടിച്ച്
വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈ മാളിക മുറി മുഴുവൻ, ഈ ദേവാലയം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞേക്കുക. ഇനി ഒന്ന് മാത്രം സംഭവിച്ചാൽ മതി, അത്യുന്നത ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്ന് എന്നിൽ വന്ന് വസിക്കണം. ഇപ്പം 2 കാര്യം ആഗ്രഹിച്ചാൽ മതി. പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ, നിയോഗത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ 2 കാര്യം സംഭവിക്കണ്ടേ. ഒന്ന് പരിശുദ്ധാത്മാവും, രണ്ടാമത് അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹത്വവും ഇറങ്ങി വരണം. ഇത് 2 സ്വർഗത്തിൽ നിന്ന് വരുന്നത്. കൊടുങ്കാറ്റിന്റെ ശബ്ദത്തോടെ അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറിയിലേക്ക് ആകാശം പിളർന്നിറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് പുത്രനായ യേശു ക്രിസ്തു സ്നാപ യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് കരയിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് ആത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് പുത്രന്റെ മേൽ ആവസിച്ചു. ദൈവ മഹത്വത്തോടെ ഉണ്ടാവുക. ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം പുത്രനില് വെളിപ്പെട്ടു എന്നാണ് അർത്ഥം. മക്കൾ പ്രാർത്ഥിച്ച്, ഈശോയെ സാന്നിധ്യം കൊണ്ട്, അഭിഷേകം കൊണ്ട്, വേറെ ഒന്നും ദൈവം തരാന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് യേശു പറഞ്ഞു, ഞാൻ തരാന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യം, വചനം പാലിക്കണം, കൽപ്പനകൾ അനുസരിക്കണം. ഞാൻ ആത്മാവിനെ വർഷിക്കും. സഹിയ നോട്ടുശാലയില് ആത്മാവിനെ വർഷിച്ചു ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരു ആത്മീയ അനുഭൂതിക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വലിയൊരു അഭിഷേകം, വലിയൊരു സാന്നിധ്യം ഈ അൾത്താരയിൽ നിലനിൽക്കുന്നുണ്ട്. ആ സാന്നിധ്യത്തിന്റെ ശക്തി ദൈവജനത്തിലേക്ക് വ്യാപരിക്കപ്പെടുവാൻ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വയം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അൾത്താരയിൽ നിൽക്കാൻ മേലാത്ത പോലെ അരൂപിയുടെ സാന്നിധ്യം ഈ ആലയത്തിന്, ഈ അൾത്താരയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം ഈ ആലയത്തിൽ, ഈ അൾത്താരയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വിശ്വാസത്തോടെ ദൈവജനം സ്വരം ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവേ ബലപ്പെടുത്തണമേ. അന്ത്യനാളുകളിലോ സകല ജനത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. കരമുയർത്തി ഒറ്റ വിളി, ഈശോയേ, ഈശോയേ. എല്ലാവരും ചേർന്ന് ഈശോയേ, ഈശോയേ. അഭിഷേകത്തോടെ ഈശോയേ, ഈശോയേ. കരമടിച്ച് പാടാം. എല്ലാവരും പാടിക്കും. അന്ത്യകാല അഭിഷേകം എല്ലാവരും ചേർന്നേ. സകല ജഡത്തിന്മേലും സ്വരമുയർത്താമോ? കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം ചേർന്നോ? സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ഇനി ആത്മാവിൽ നിറയ്ക്കണമേ. ശക്തിയോടെ തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കപ്പെടട്ടെ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. തീ പോലെ ഇറങ്ങണമേ, കരമുയർത്തിടിച്ചായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. എല്ലാവരും തീ പോലെ ഇറങ്ങണമേ,
അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. സ്വരമേർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ. ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബങ്ങളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുക. അതുപോലെ ദിവികാരണനാഥന്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കി ഇന്ന് കുടുംബത്തെയും അവരുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ആരെല്ലാം ഇന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടോ അവരെല്ലാം കർത്താവിൻ്റെ സിരസന്നത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണ ദൈവജനത്തിലേക്ക് വ്യാപരിക്കയുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. സർവശക്തിയോടെ വിളിക്കുന്നു. സർവശക്തനെ വിളിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ തിരുക്കുമാരൻ്റെ വില തീരാത്ത രക്തത്തിന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ശക്തിയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ആ അമൂല്യമായ തിരുരക്തം കൊണ്ട് എന്നെയും എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ആത്മാവിനെയും എനിക്കുള്ളതെല്ലാം എന്നെ മുഴുവനും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും അയൽപക്കങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും അതിൻ്റെ പരിസരങ്ങളെയും ഞാൻ അഭിഷേകം ചെയ്യുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളിൽ അങ്ങോട്ട് കരുണ തോന്നണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും അത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ എന്ന് വിളിച്ച് അന്ധനായ ബർത്തിമേയുസ് ഈശോയെ എന്ന് വിളിച്ച് ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് വിളിച്ചപ്പോ അവന്റെ അന്ധത മാറിയെങ്കിലോ പ്രിയ ദൈവജനമേ, ആരെല്ലാം അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു അവരെല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. ആരെല്ലാം യേശുവിനെ വിളിക്കുന്നു അവരെല്ലാം രക്ഷ പ്രാപിക്കും. കരമുയർത്തി വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് ദാവീദിന്റെ പുത്ര യേശുവേ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. കണ്ണുനീരോടെ വിളിക്കുന്നു. വിലാപത്തോടെ വിളിക്കുന്നു. നെടുവീർപ്പോടെ വിളിക്കുന്നു. കനുതാപത്തോടെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു. രക്ഷകനെ വിളിക്കുന്നു. രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷക രക്ഷിക്കണമേ, രക്ഷക രക്ഷിക്കണമേ. പാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന്, അശുദ്ധിയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, മദ്യപാനത്തിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിൽ നിന്ന് ഈശോയെ ഞങ്ങളെ മോചിപ്പിക്കണമേ. കുടുംബങ്ങളില് ഐശ്വര്യവും സമാധാനവും അവിടുന്ന് അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഒറ്റ വിളി ഈശോയെ, അഭിഷേകത്തോടെ ഈശോയെ, എല്ലാവരും ചേർന്ന് യേശുവേ, ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, താമസിച്ചുള്ള ധ്യാനം ഈ മാസത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച. അപ്പോൾ നിങ്ങൾ കേട്ടു, ഉദരത്തിലുള്ള മുഴ, രോഗങ്ങൾ സുഖപ്പെടുത്തി താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കുചേർന്നപ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ രോഗാവസ്ഥയിലുള്ളവരെ, സുഖപ്പെടാത്ത രോഗങ്ങളൊക്കെ ഇരിക്കുന്നവരെയൊക്കെ കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് പറഞ്ഞയക്കുന്നത് ഒത്തിരി ഉചിതമാണെന്ന് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ അങ്ങനെയുള്ളവരെ, പ്രാർത്ഥന ആവശ്യമുള്ളവരെ നമ്മൾ ദേവാലയത്തിലെ ദൈവീയ ശുശ്രൂഷയിലേക്ക് ഈ മാസത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച വൈകുന്നേരം 4:30 കുർബാനയോടെ ആരംഭിക്കും. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കും. അപ്പോൾ ആ ധ്യാനത്തിലേക്ക് അനേകരെ പറഞ്ഞു വിടാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവസാന്നിധ്യം ഉണ്ട്, ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതിനുള്ള തെളിവാണ്. തൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗികളായിരിക്കുന്നവരൊക്കെ, വിവാഹ തടസ്സം നേരിടുന്നവർ, നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നവർ, പരീക്ഷയിൽ ഉന്നത വിജയം ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെയുള്ള ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ ഇങ്ങനെ ആവശ്യക്കാരുണ്ട്, അവരെ കർത്താവിനെ കൊണ്ട് ആവശ്യമുള്ളവരുണ്ട്, ദൈവിക സൗഖ്യം ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെ നിങ്ങൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കണം, ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. ശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ.